പുതിയ ആഴ്ചയുടെ ആരംഭ പ്രവൃത്തി ദിവസം രാവിലെ പ്രാർത്ഥനയോടെയും ആരാധനയോടെയും ആരംഭിക്കുമ്പോൾ ലോകത്തിന്റെ നാനാ രാജ്യങ്ങളിൽ അനേക കുടുംബാംഗങ്ങൾ നമ്മുടെ പങ്കെടുത്തുകൊണ്ടിരിക്കുകയാണ്. പങ്കെടുക്കുന്ന എല്ലാ കുടുംബാംഗങ്ങളെയും യേശു കർത്താവിന്റെ നാമത്തിൽ ഞങ്ങൾ സ്വാഗതം ചെയ്യാണ്. തിരുവചനത്തിൽ കൂടി യേശു കർത്താവ് നമുക്ക് തന്നിരിക്കുന്ന ഉറപ്പ്, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഭ്രമിച്ചു നോക്കണ്ട, ഞാൻ നിന്റെ ദൈവമാ, ഞാൻ നിന്നെ ശക്തീകരിക്കും, ഞാൻ നിന്നെ സഹായിക്കും, എന്റെ നീതിയുള്ള വലങ്കയിൽ ഞാൻ നിന്നെ താങ്ങുവേ. ആ കർത്താവിന്റെ കരങ്ങളിലേക്ക് നമ്മുടെ കുടുംബാംഗങ്ങളെ സമർപ്പിച്ച് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, ഞങ്ങൾ അങ്ങേ വാഴ്ത്തുന്നു, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്ന ഒരു പുതിയൊരു ആഴ്ചയുടെ ആരംഭ പ്രവൃത്തി ദിവസത്തിൽ കർത്താവേ, നിന്റെ സന്നിധി ഞങ്ങൾക്ക് കുടുംബമായിരിക്കാൻ ഞങ്ങളെ സഹായിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. ലോകത്തിന്റെ വിവിധ രാജ്യങ്ങളിലിരുന്ന് ഞങ്ങൾ ഒന്നിച്ച് ദൈവമേ നിന്നെ ആരാധിക്കുകയും മഹത്വപ്രദം ചെയ്യുമ്പോൾ, ഒന്നിച്ച് നിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അങ്ങയുടെ വലിയ സാന്നിധ്യത്തെ ഞങ്ങൾ എല്ലാവരെയും അങ്ങ് നിറയ്ക്കുമാറാകണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, വിവിധ ആവശ്യങ്ങളുടെ മുൻപിൽ ആയിരിക്കുന്നവരുണ്ട് കർത്താവ്. ഈ ആഴ്ചയിൽ അത്ഭുതം കർത്താവ് അവരുടെ ജീവിതത്തിൽ നടക്കണം, ആ ആഗ്രഹത്തോടെ ഇരിക്കുന്നവരുണ്ട് കർത്താവേ. എല്ലാവർക്കും വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു, അങ്ങയുടെ പ്രവൃത്തി വെളിപ്പെടുത്തുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഓരോരുത്തരിലും അങ്ങയുടെ നാമം മഹത്വപ്പെടുവാനിടയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. നടക്കുന്ന പ്രാർത്ഥനയും ആരാധനയും 2545 ദിവസത്തിലാണ് നമ്മൾ എത്തി നിൽക്കുന്ന. തിങ്കൾ മുതൽ ശനി വരെയും എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് ടിവിയിലൂടെ യൂട്യൂബിലൂടെ ഈ പ്രാർത്ഥന ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരുന്നു. എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെയും ഈ തത്സമയ പ്രാർത്ഥന ലോകരാജ്യങ്ങൾക്ക് എത്തിച്ചേരുന്നു. പ്രത്യേകിച്ച് കഴിഞ്ഞ ആഴ്ചയിലെ 3 ദിവസം വ്യാഴം വെള്ളി ശനി ദിവസങ്ങളിൽ നമ്മുടെ ഉപവാസ പ്രാർത്ഥനയായിരുന്നു. അനേകം പ്രിയപ്പെട്ട രാവിലത്തെയും പകലും വൈകിട്ടും ഒക്കെ നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ നമ്മുടെ കൂടെ ഒന്നിച്ച് ദൈവത്തെ ആരാധിക്കാൻ മഹത്വപ്പെടുത്തുകയൊക്കെ ചെയ്തു. മാത്രമല്ല, നാം ഒന്നിച്ച് പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിന് കർത്താവ് അത്ഭുതമായിട്ട് മറുപടി വിടുതലും നൽകി തരുന്നു. കർത്താവ് പറഞ്ഞത് ഇങ്ങനെയാണ്, വിളിച്ചപേക്ഷിക്കുക, എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഉത്തരം അരുളി തരും. ആ ഉറപ്പോടെയും വിശ്വാസത്തോടെ നമ്മൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അത്ഭുതകരമായ വിടുതലുകൾ നൽകുന്നു. കഴിഞ്ഞ ദിവസം വന്നിട്ട് തിരുവനന്തപുരത്ത് ഒരു പിതാവ് വിളിച്ചു പറഞ്ഞു, ഭാര്യയ്ക്ക് വന്നിട്ട് ഹാർട്ട് അറ്റാക്ക് ആണ്, ഐസിയുലാണ്, പ്രത്യേകം പ്രാർത്ഥിക്കണം. പ്രിയങ്കര കുടുംബാംഗങ്ങൾ എല്ലാവരും കൂടി ആവശ്യത്തിന് ഒരുമിച്ച് പ്രാർത്ഥിച്ചു. പ്രാർത്ഥനയുടെ വിലവാഴ്ച പിന്നെ വീണ്ടും വിളിച്ചു പറഞ്ഞത് പൂർണ്ണ സൗഖ്യത്തോടെ ഇരിക്കുന്നു. ഇത് വാട്സപ്പിലൂടെയാണ് സാലി അറിയിച്ച. ഹസ്ബൻഡിന് ഒരു ആക്സിഡന്റ് ഉണ്ടായി. പക്ഷേ ആക്സിഡന്റിനെ തുടർന്ന് അദ്ദേഹത്തിന് മുറിവുകളൊന്നും ഉണങ്ങുന്നില്ല, വലിയ വേദനയിലൂടെയും കടന്നു പോകുക. ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കുമ്പോഴാണ് മറ്റൊരാൾ പറഞ്ഞ് ഈ പ്രൈങ്കേലിനെ കുറിച്ച് അറിയുവാനിടയായത്. പ്രൈങ്കേലിൽ ഈ വിഷയം പ്രാർത്ഥനയോടെ അറിയിച്ചു. കുടുംബാംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചു. അദ്ദേഹത്തിന് ഇപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചു. മുറിവുകളെല്ലാം കരിഞ്ഞു നല്ല ആരോഗ്യത്തോടെ അദ്ദേഹം ആയിരിക്കുന്നു എന്ന് അറിയിച്ചിരിക്കുന്നു. കരുനാഗപ്പള്ളിയിൽ നിന്ന് ഒരു മാതാവ് വിളിച്ചു പറഞ്ഞ് അവരുടെ നാത്തൂന്റെ മരുമകന് വന്നിട്ട് മഞ്ഞപ്പിത്തം വളരെ സീരിയസ് ആണ്, ഡോക്ടർമാർ ഉപേക്ഷിച്ച നിലയിലായിരുന്നു. ആ സമയത്താണ് പ്രൈങ്കേലെ വിളിച്ചു പറഞ്ഞു, സഹോദരനെ പ്രാർത്ഥിക്കണം. കുടുംബാംഗങ്ങൾ എല്ലാവരും ആ വിഷയത്തിൽ ഒരുമിച്ച് പ്രാർത്ഥിച്ചു. വീണ്ടും മാതാവ് വിളിച്ചു പറഞ്ഞ പ്രാർത്ഥനയുടെ ഫലമായിട്ട് ഇന്ന് പൂർണ്ണ ആരോഗ്യത്തോടെ. ആക്സിഡന്റ് ഒരു സംഭവം തന്നെ സുസമയാണ് അറിയിച്ചിരിക്കുന്നത്. അനിയത്തിയുടെ മകൻ ഒരു ആക്സിഡന്റ് പറ്റി വളരെ ക്രിട്ടിക്കൽ സ്റ്റേജിലായിരിക്കുന്ന സമയത്ത് ആ വിഷയം പ്രാർത്ഥിക്കേണ്ടി പ്രൈങ്കേലിൽ അറിയിച്ചു. ചേർന്ന് പ്രാർത്ഥിച്ചു. പൂർണ്ണ ആരോഗ്യം ഇപ്പോൾ മകന് ലഭിച്ചിരിക്കുന്നു. യേശു മകന് സൗഖ്യം നൽകി പ്രാർത്ഥിച്ചതിന് നന്ദി പറഞ്ഞിരിക്കുന്നു. ആലപ്പുഴയിൽ നിന്ന് ഒരു സഹോദരി വിളിച്ചു പറഞ്ഞ് അവർക്ക് വർഷങ്ങളായിട്ട് ഗ്യാസിന്റെ പ്രോബ്ലം ഉണ്ട്, വളരെ പ്രയാസമാണ്, വയറ്റിലൊക്കെ വളരെ വിഷമമാണ്, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കും. നമുക്കറിയാം കഴിഞ്ഞ ആഴ്ചയിൽ ഉപവാസ പ്രാർത്ഥനയിലാണ് ഇത് വിളിച്ചു പറഞ്ഞത്. ആ ഉപവാസ പ്രാർത്ഥനയിൽ പ്രാർത്ഥിച്ചു. പ്രാർത്ഥന വീണ്ടും വിളിച്ചു പറഞ്ഞത് ആ വയറ്റിലെ പ്രയാസങ്ങളെ എന്റെ കർത്താവ് മാറ്റി പ്രാർത്ഥന നന്ദി പറഞ്ഞിരിക്കുകയാണ്. ഇത് വീണ്ടും ഒരു ബന്ധുവിന് വേണ്ടിയാണ് ഇവിടെ പ്രാർത്ഥനാ വിഷയം അറിയിച്ചത്. അവർ അമേരിക്കയിലാണ്. COVID-19 വളരെ സീരിയസ് സ്റ്റേജിൽ കടന്നു പോകുമ്പോൾ ഈ വിഷയം പ്രൈങ്കേലിൽ പ്രാർത്ഥിക്കേണ്ടി അറിയിച്ചു. നമ്മൾ ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായി ദൈവം അദ്ദേഹത്തിന് സൗഖ്യം നൽകി കൊടുത്തു. പ്രാർത്ഥിച്ച കുടുംബങ്ങൾ എല്ലാവരോടും നന്ദിയും അറിയിച്ചിരിക്കുന്നു. സഹോദരി അറിയിച്ച് അവർക്ക് വയറ്റിലൊരു തടിപ്പുണ്ടായിരുന്നു, മാസങ്ങളായിട്ടുള്ളതാണ്, അത് മാറുന്നില്ല. ആ സമയത്താണ് നമ്മുടെ ഉപവാസം, നമ്മുടെ പ്രാർത്ഥനയിൽ പങ്കെടുക്കുകയും നമുക്ക് എല്ലാ ദിവസവും നമ്മൾ എണ്ണയും വെള്ളം എടുത്ത് പ്രാർത്ഥിക്കാറുണ്ട്. ആ സഹോദരി ആ തടിപ്പ് മേലെ എണ്ണ പുരട്ടി പ്രാർത്ഥിച്ചു കഴിഞ്ഞ് വീണ്ടും വിളിച്ചു പറഞ്ഞു ആ തടിപ്പ് കർത്താവ് പൂർണ്ണമായിട്ട് മാറ്റി. ഈ പുതിയ ഒരാഴ്ചയുടെ ആരംഭ ദിവസം നമുക്ക് വീണ്ടും നമ്മുടെ കുടുംബാംഗങ്ങളോട് കൂടെ ചേർന്ന് പ്രാർത്ഥിക്കാം. അവർ കടന്നു പോകുന്ന വിഷയങ്ങൾ എന്ത് തന്നെയാണെങ്കിലും കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. കർത്താവ് ഓരോ വിഷയത്തിനകത്തും അത്ഭുതം പ്രവർത്തിക്കേണ്ടതിനായി നാം ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പങ്കെടുക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അനേക കർത്താവ് ഭവനങ്ങളിൽ, ഹോസ്പിറ്റലുകളിൽ, യാത്രയിലും ജോലി സ്ഥലത്തൊക്കെ ഇരുന്ന് പങ്കെടുക്കുന്ന കർത്താവെ, രോഗത്താൽ പ്രയാസപ്പെടുന്നവരുണ്ട് കർത്താവെ, ശരീരത്തിന്റെ പല ഭാഗങ്ങളിൽ കർത്താവ്
ക്യാൻസർ രോഗം മൂലം, കിഡ്നി സംബന്ധമായ പ്രയാസങ്ങൾ മൂലം കർത്താവേ, ഹാർട്ട് സംബന്ധമായ വിഷയങ്ങൾ കർത്താവ്, വയറ്റിൽ പല പ്രയാസങ്ങളായിട്ട് പ്രയാസപ്പെടുന്നവരെ, അങ്ങനെയുള്ള ഓരോരുത്തർക്കും വേണ്ടി കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സാമ്പത്തികമായ പ്രയാസങ്ങളെ കർത്താവെ, ജപ്തിയുടെ വക്കത്തായിരിക്കുന്നവരുണ്ട്, ഈ പ്രവാദത്തിൽ കർത്താവെ ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവെ, കാൽവരി കുരിശിൽ തികച്ചെടുത്ത ദൈവിക സൗഖ്യം വിജയകർത്താവ് ഓരോ വ്യക്തികളിലേക്കുള്ള ഭവനങ്ങളിലേക്കും വന്ന് ലോകത്തിന്റെ ഏത് ഭാഗത്താണെങ്കിൽ കർത്താവെ അവരെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവൻ കൃപയ്ക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. Yes, Lord, hallelujah. തത്സമയം നടക്കുന്ന പ്രാർത്ഥനയും ആരാധന നമുക്കറിയാം. തിങ്കൾ മുതൽ ശനി വരെയും എല്ലാ ദിവസവും രാവിലെ 6 മുതൽ 7 വരെ ഹാർവസ്റ്റ് TV-യിലൂടെ തത്സമയമായ ലോകരാനിലേക്ക് എത്തിച്ചേരുന്നു. അതുകൂടാതെ എല്ലാ ദിവസവും വൈകിട്ട് 7 മുതൽ 8 വരെ ഹാർവസ്റ്റ് കേരളത്തിലൂടെയും ഈ പ്രാർത്ഥന ലോകരാനിലേക്ക് എത്തിച്ചേരുന്നു. 2545 ദിവസങ്ങൾ എത്തിച്ചേരുവാൻ സ്വർഗത്തിലെ ദൈവം നമ്മളോട് സഹായിച്ചു. പ്രൈം കേരളയിൽ നാം നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, നമ്മൾ അന്യോന്യം പ്രാർത്ഥിക്കുന്നു, നമ്മൾ കുടുംബമായി മറ്റുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. നമ്മളുടെ പ്രാർത്ഥനയ്ക്ക് കർത്താവ് മറുപടി നൽകി തരുന്നു. പ്രൈം കേരളയിൽ നമ്മൾ പ്രാർത്ഥിച്ച ഒരു വിഷയമാണ് ഇത്. കോട്ടയം ജില്ലയിൽ നിന്നും മോളി അറിയിച്ചത് ഇങ്ങനെ മകന് ഒരു ആക്സിഡൻറ്റ് പറ്റി വളരെയധികം പ്രയാസത്തിലൂടെ കടന്നു പോയത്. അപ്പോൾ തന്നെ സ്കാനിങ്ങും മറ്റ് ട്രീറ്റ്മെൻറ്റുകളൊക്കെ ഡോക്ടേഴ്സ് പറഞ്ഞു. ഈ സമയത്ത് പ്രൈം കേരളയിൽ ഈ വിഷയം പ്രാർത്ഥനയ്ക്ക് വേണ്ടി വിളിച്ചറിയിച്ചു, ചേർന്ന് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ദിവസം എല്ലാ റിപ്പോർട്ടുകളും വന്നപ്പോൾ എല്ലാം നോർമൽ, പേടിക്കാൻ ഒന്നും തന്നെ ഇല്ല എന്നറിയുവാൻ ഇടയായി. പ്രാർത്ഥിച്ചാൻ എല്ലാ കുടുംബങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. കൊച്ചുമകൻ 5.5 വയസ്സുള്ള കുഞ്ഞ് ഇരുമ്പിൻ്റെ നട്ട് വിഴുങ്ങി ഹോസ്പിറ്റലിലേക്ക് അവർ കൊണ്ടുപോയി. ഉടൻ തന്നെ സർജറിയും മറ്റു കാര്യങ്ങളുമാണ് ഡോക്ടേഴ്സ് അറിയിച്ചത്. ഈ വിഷയം പ്രൈം കേരളയിൽ ചേർന്ന് പറഞ്ഞു, പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ചു. ഉപവാസ പ്രാർത്ഥനയുടെ ദിവസവുമായിരുന്നു. ആ സന്ദർഭത്തിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ചെയ്തത് ഒരു സർജറിയും കൂടാതെ ആ വലിയ നട്ട് ഉള്ളിൽ നിന്ന് പുറത്തുപോയി. പ്രാർത്ഥിച്ച എല്ലാവർക്കും അവർ തന്നെ ഇങ്ങോട്ട് ആവശ്യപ്പെട്ടിരിക്കുക, ഇത് ഈ സാക്ഷ്യം TV കൂടെ പറഞ്ഞ് കൊടുക്കണം. 12/2/2020 അവര് ആ വിവരം അറിയിച്ചിരിക്കുന്നത്. ഇത് ഗുജറാത്തിൽ നിന്നുമാണ് ഒരു മാതാവ് അറിയിച്ചിരിക്കുന്നത്. അനിയൻ്റെ വൈഫ് മോള് കാല് പഴുത്തു, ഷുഗർ ഭയങ്കരമായിട്ട് ഹൈ ആയിരുന്നു, ഇൻഫെക്ഷനായി. ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഉപവാസ പ്രാർത്ഥനയിൽ ഈ വിഷയം അറിയിച്ചു. ചേർന്ന് പ്രാർത്ഥിച്ച കർത്താവിന് അത്ഭുതകരമായ സൗഖ്യം ഇപ്പോൾ അവർ അനുഭവിക്കുന്നു. പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. ഇത് പുത്തൻകുരിശിൽ നിന്നാണ് ഇവിടെ ഈ വിവരം വന്നിരിക്കുന്ന സിനബദർ. ഇവരുടെ സഹോദരി കുറേ നാളുകളായിട്ട് മാനസിക അസ്വസ്ഥതയിലൂടെ വിഷമിക്കുകയായിരുന്നു. അപ്പം മരുന്ന് ധാരാളമായി കഴിക്കുന്നുണ്ട്. ഒരു പ്രയോജനവുമില്ലാത്ത സ്ഥിതിയിൽ നീങ്ങുമ്പോഴാണ് പ്രൈം കേരളയിൽ രാവിലെ വൈകിട്ടും ഒക്കെ എണ്ണയും വെള്ളവും എടുത്ത് പ്രാർത്ഥിക്കുമ്പോൾ, യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തോടെ നാം അത് ചെയ്യുമ്പോൾ അത് നമുക്ക് സൗഖ്യത്തിനും നന്മയ്ക്കും ദൈവത്തിൻ്റെ അനുഗ്രഹവും കൃപയും അനുഭവിപ്പാൻ കാരണമായിരുന്നു എന്ന് അനേകരുടെ അനുഭവങ്ങൾ കേട്ടപ്പോൾ അവരും ചെയ്ത് അല്പം വെള്ളമെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം സഹോദരിക്ക് കൊടുത്തു. അല്പം അടുക്കളയിൽ ഉപയോഗിക്കുന്ന അല്പം എണ്ണ എടുത്ത് പ്രാർത്ഥിച്ചിട്ട് ഒരു തുള്ളി എണ്ണ അവരുടെ തലയെ തൊട്ട് പ്രാർത്ഥിക്കുകയും ചെയ്ത് കർത്താവ് എന്താ സംഭവിച്ചത്? ഇങ്ങനെയാണ്, മാനസിക അസുഖം പരിപൂർണമായി യേശു അവർക്ക് മാറ്റിക്കൊടുത്തു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇത് കൊച്ചുമകളുടെ ഒരു വിവരമാണ്. ജെസ്സി എറണാകുളത്തൊന്നും അറിയിച്ചിരിക്കുന്ന ആ കുഞ്ഞ് 2.5 വയസ്സുണ്ട്. പക്ഷെ എന്ത് ആഹാരം കഴിച്ചാലും അത് പെട്ടെന്ന് തന്നെ ഛർദ്ദിക്കും. ഇങ്ങനെ ഒരു വിഷയത്തിലുള്ള മരുന്നുകൾ കഴിച്ചിട്ടും യാതൊരു വ്യത്യാസമില്ലായിരുന്നു. ഇങ്ങനെ ഇരിക്കുകയാണ് പ്രൈം കേരളയെ കുറിച്ച് അറിയുവാൻ ഇടയായത്. പ്രൈം കേരളയിൽ പ്രാർത്ഥിച്ച പ്രവർത്തിക്കുന്ന യേശു ഉണ്ട് എന്ന് ആ തിരിച്ചറിവോടെ ഈ വിഷയം പ്രാർത്ഥിക്കേണ്ടി അറിയിച്ചു, ചേർന്ന് പ്രാർത്ഥിച്ചു. ഇപ്പോൾ ആ കുഞ്ഞിനെ കുറിച്ച് അറിയിക്കുന്നു, എന്ത് ആഹാരം കഴിച്ചാലും ഒരു കുഴപ്പവും ഇല്ല എന്ന് അറിയിച്ചിരിക്കുന്നു. പ്രാർത്ഥിച്ചതിന് എല്ലാവരോടും നന്ദി പറഞ്ഞിരിക്കുന്നു. ഇവരുടെ ഒരു മകള് തലച്ചോറിലെ ഞരമ്പുകൾ പൊട്ടി ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ, വൈക്കത്ത് ഹോസ്പിറ്റലിൽ അഡ്മിറ്റായിരുന്നു. ഈ സന്ദർഭത്തിൽ പ്രൈം കേരള ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സിനിമതരെ ഇപ്പോൾ പറഞ്ഞ വാചകം കറക്റ്റ്. പ്രൈം കേരള എന്ന് ആരും പറഞ്ഞു കൊടുക്കാറില്ല. അത് നമ്മുടെ കുടുംബ പ്രാർത്ഥനയുടെ വിവരം. പക്ഷേ നമ്മൾ പറഞ്ഞു കൊടുക്കുന്ന കാര്യമുണ്ട്, പ്രൈം കേരളയിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പ്രവർത്തിക്കുന്ന യേശുവുണ്ട്. അപ്പോൾ അങ്ങനെ ഈ ഹോസ്പിറ്റലിൽ വെച്ച് ഇവർ റാന്നിക്കാരാണ്. ഇവർക്ക് ഈ വിവരം അറിവ് കിട്ടി. പ്രൈം കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. ഇനി കർത്താവ് ചെയ്തു നോക്കിയ പൂർണ്ണ സൗഖ്യമാണ് യേശു നൽകി കൊടുത്തത്. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇത് മകന് തലയിൽ സോറിയാസിന്റെ പ്രയാസമായിരുന്നു. വർഷങ്ങളായിട്ട്
കൂടുതലായിട്ടും മരുന്ന് കഴിക്കുന്നെങ്കിലും യാതൊരു വ്യത്യാസവുമില്ല. ഈ സമയത്താണ് പ്രിയങ്കയിൽ ഈ വിഷയം അറിയിച്ചത്, ചേർന്ന് പ്രാർത്ഥിച്ചു. മകനിപ്പോൾ പൂർണ്ണ സൗഖ്യം ലഭിച്ചിരിക്കുന്നു എന്ന് കൊല്ലത്തുനിന്നൊരു മാതാവ് അറിയിച്ചിരിക്കുന്നു. നാട്ടുകാരിപ്പോൾ പറയുന്നത് ഇവരുടെ അയൽപക്കത്ത് നടന്ന ഒരു ദൈവപ്രവർത്തിയിൽ ഇതൊരു ഫിലിം കാണുന്നത് പോലെയാണ്. ഈ മകന് അപ്പനില്ല, അമ്മയും സഹോദരിയും മാത്രമേ ഉള്ളൂ. അവന് 34 വയസ്സ് കഴിയുകയും ചെയ്തു. അദ്ദേഹത്തിന് നല്ല സ്വഭാവം, നല്ല ജോലി, നല്ല യോഗ്യത ഇതൊക്കെ ഉണ്ട്. പക്ഷെങ്കിൽ അദ്ദേഹത്തിൻ്റെ വിവാഹം നടക്കുന്നില്ല. അപ്പോൾ ഈ നിരാശ കയറിയിട്ട് ഈ യുവാവ് പറഞ്ഞു, ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവുക. അമ്മയും സഹോദരിയും ഇദ്ദേഹം കൂടെ ആത്മഹത്യ ചെയ്യാൻ പോവുക. ഈ അങ്ങനെയുള്ള ഏതെങ്കിലും ഒരു കാരണം കൊണ്ട് ആത്മഹത്യയുടെ വക്കിലൂടെ ആയിരിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇന്ന് അതിൽ നിന്ന് പൂർണ്ണ സ്വാതന്ത്ര്യത്തിലേക്ക് വരണം. ദൈവം നമ്മുടെ സങ്കേതവും ബലവുമാകുന്നു, കഷ്ടങ്ങൾ അവൻ ഏറ്റവും അടുത്ത തുണയും. അപ്പോൾ അയൽപക്കത്തുള്ള ഈ വിഷയത്തെക്കുറിച്ച് ഈ മാന്യ സഹോദരി അവരുടെ പൂർണ്ണ വിവരം ഇവിടെ നമ്മുടെ പക്കലുണ്ട്. ഇവിടേക്ക് വിളിച്ച് പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിച്ച സിനിമയെ നമ്മൾ ടെലഫോണിൽ ആ വിഷയം എഴുതിയെടുത്തു. അതിനുശേഷം പ്രാർത്ഥിച്ച് കർത്താവ് ചെയ്തു നോക്കി. അനുഗ്രഹിക്കപ്പെട്ടൊരു വിവാഹം ആ മകന് നടക്കുക മാത്രമല്ല, ദേശത്ത് അവർ ദൈവത്താൽ ഉയർത്തപ്പെടുവാനും ഇടയായി. അതിനു പകരം ചത്തിരുന്നെങ്കിലോ ആത്മഹത്യ അല്ല പരിഹാരം, യേശു ആ പരിഹാരം. നമുക്കൊന്ന് പകൽ ചേർന്ന് പ്രാർത്ഥിക്കണം. പല കാരണങ്ങൾ കൊണ്ട് ആളുകൾ ആത്മഹത്യയെക്കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. ദേ ഫോസ്റ്റർ ദ തോട്ട്സ് ഓഫ് സൂയിസൈഡ് ഡ്യൂ ടു ഡിഫറെൻറ്റ് റീസൺസ്. നമുക്കറിയാം അതിന് ഇനി ഒരു പുതിയ കാരണം ഉണ്ടാകേണ്ട കാര്യം തന്നെ ഇല്ല. ഇന്ന് ലോകത്തിൻ്റെ കാരണങ്ങളെല്ലാം തന്നെ മനുഷ്യനെ അതിലേക്ക് കൊണ്ടുപോകേണ്ട ഒരു പുതിയ കാരണത്തിൻ്റെ ആവശ്യമില്ല. ഇതിൻ്റെ നടുവിൽ നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. ദൈവമേ, ഓരോ വ്യക്തിയും ആകാശത്തെയും ഭൂമിയും സൃഷ്ടിച്ച ദൈവത്തിൽ ആശ്രയിച്ച് അവർക്ക് ദൈവം കൊടുത്തിരിക്കുന്ന ആയുസ് എന്തെല്ലാം ഉദ്ദേശങ്ങൾ ഭൂമിയിൽ പൂർത്തീകരിച്ചെടുക്കാനുള്ളതാണോ അത് മുഴുവൻ പൂർത്തീകരിച്ചെടുക്കുന്നവരായി മാറേണ്ടതിന് പ്രാർത്ഥിക്കണം. ആ നശിപ്പിക്കുന്ന ശക്തികളിൽ നിന്ന് യേശുവിൻ്റെ വിടുതൽ ഓരോ വ്യക്തിയിലേക്ക് കൊണ്ടുവരുവാൻ പ്രേയിങ് കേരള കുടുംബം പറ്റുന്നവരൊക്കെ അവിടെ എഴുന്നേറ്റ് ആ 2 കരങ്ങളും ഉയർത്തി ഒന്നിച്ചൊന്ന് പറഞ്ഞ്, ഞാൻ ജീവിച്ചിരിക്കുമ്പോൾ എൻ്റെ ദൈവമേ ആത്മഹത്യയില്ലാത്തൊരു കേരളവും ആത്മഹത്യയില്ലാത്തൊരു ഇന്ത്യയും നൽകി തന്നാട്ട് നമ്മൾ ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പങ്കെടുക്കുന്ന ഓരോ കുടുംബാംഗങ്ങളെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ജീവിതത്തിന്റെ പല മേഖലയിൽ കർത്താവ് നിരാശയിൽ കൂടെ കടന്നു പോകുന്നു. കർത്താവ് അതുപോലെ കർത്താവ് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവരുണ്ട്. കർത്താവ് സാമ്പത്തികമായ കടക്കണികൾ മൂലം കർത്താവ് ചിന്തിക്കുന്നവര്, അതുപോലെ കർത്താവ് കുടുംബത്തിൽ സമാധാനമില്ലാത്തവർ, മദ്യത്തിനും മയക്കുമരുന്നും കർത്താവ് കുടുംബത്തിനായിട്ട് കർത്താവ് ആശ്രയിച്ച് കർത്താവ് നിരാശയിലായിരിക്കുന്നവർ, അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. എന്റെ കർത്താവ് അവിടുന്ന് ഓരോരുത്തരെ സൃഷ്ടിക്കുമ്പോൾ കർത്താവ് അവിടുന്ന് ഒരു പദ്ധതി ഉണ്ടല്ലോ കർത്താവ്. ആ പദ്ധതി കർത്താവ് ദൈവത്തിൽ ആശ്രയിച്ച് കർത്താവ് പ്രാർത്ഥിച്ച് പൂർത്തീകരിക്കുവാൻ കർത്താവ് അവരെ അനുഗ്രഹിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് ഞങ്ങൾക്ക് ആത്മഹത്യയില്ലാത്തൊരു കേരളത്തിന് വേണ്ടി, ആത്മഹത്യയില്ലാത്തൊരു ഇന്ത്യക്ക് വേണ്ടി, ആത്മഹത്യ ലോകത്തിന് വേണ്ടി ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്ന മതിപ്രക്കായി സ്വത്രം കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. അത്ഭുതങ്ങൾ ചെയ്യുന്നവൻ അങ്ങേ പോലെ ആരുമില്ല, അങ്ങേ പോലെ മറ്റാരുമില്ല. സമരുടെ ഹസ്ബൻഡിൻ്റെ കാലിൽ വേരിക്കോസ് വെയിൻ്റെ പ്രയാസം, അത് കാരണം കാലിലെ മുറിവ് അത് കരിയുന്നില്ല, വളരെ പ്രയാസമുള്ള കടന്നു പോകുക. പാലക്കാട് നിന്നാണ് ഈ വിഷയം അറിയിച്ചത്. ചേർന്ന് പ്രാർത്ഥിച്ചു. യേശു പൂർണ്ണ സൗഖ്യം അദ്ദേഹത്തിന് നൽകി കൊടുത്തു എന്ന് നമ്മെ ഇപ്പോൾ അറിയിച്ചിരിക്കുന്നു. കഴിഞ്ഞ ആഴ്ച നമ്മുടെ ഉപവാസ പ്രാർത്ഥനയായിരുന്നല്ലോ സിനിമറെ. ലോകത്തിൻ്റെ അനേക രാജ്യങ്ങളിൽ നമ്മൾ പാർക്കുന്നുവെങ്കിലും ഒന്നിച്ച് ദൈവമുഖം അന്വേഷിക്കുവാൻ, പ്രാർത്ഥിക്കുവാൻ പരിശുദ്ധാത്മാവ് ഈ തലമുറയിൽ നൽകി തന്ന ഒരു സൗകര്യമാണല്ലോ
പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ ഉടനെ പ്രവർത്തിക്കുന്ന യേശുവിൻ്റെ ശക്തിയും ബലവും അനുഭവിപ്പാൻ കഴിയുന്നു. ചിന്നമ്മദ് ജോസ് എറണാകുളത്ത് നിന്ന് അറിയിക്കുന്നത് ഹസ്ബൻഡ് കുറേ നാളായിട്ട് നടക്കാൻ പ്രയാസമാണ്, വടിയുടെ സഹായമുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നടക്കാൻ പറ്റുകയുള്ളൂ. ഈ ഉപവാസ പ്രാർത്ഥനയുടെ സമയത്ത് ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അത്ഭുത സൗഖ്യം നൽകി, വടി കൂടാതെ ഇപ്പോൾ അദ്ദേഹത്തിന് നടക്കാൻ സാധിക്കുന്നു. ഉപവാസ പ്രാർത്ഥനയുടെ 1-ാമത്തെ ദിവസം വീണ്ടും ഈ അമ്മയ്ക്ക് കഠിനമായ വയറുവേദന, ഈ വിഷയത്തിൽ പ്രേയിങ് കേരളയുടെ ഉപവാസ പ്രാർത്ഥന ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ സൗഖ്യം കർത്താവ് നൽകിക്കൊടുത്തു. മകനെ പഠിക്കാൻ മടി, ക്ലാസ്സിൽ പോകത്തില്ല. പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. ആ സ്വഭാവമൊക്കെ മാറിയെന്ന് എറണാകുളത്തുനിന്ന് സിനി അറിയിക്കുന്നു. കസിൻ 14 ദിവസങ്ങളായിട്ട് മൂത്രം പോകുന്നില്ലായിരുന്നു, അതേ തുടർന്ന് ട്യൂബ് ഇട്ടിരിക്കുകയായിരുന്നു. പ്രേയിങ് കേരള ചേർന്ന് പ്രാർത്ഥിച്ചു. ഇവിടെ കോട്ടയത്തു നിന്ന് ഇത് കാമ അറിയിച്ചിരിക്കുന്നത് പരിപൂർണമായ സൗഖ്യത്തെ യേശു നൽകിക്കൊടുത്തു. 13/2/2021 യേശുവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിന് 1 നൂറ്റാണ്ട് കഴിഞ്ഞല്ല മറുപടി, ഉടനെ അവങ്ങളിൽ നിന്ന് ശക്തി പുറപ്പെടുന്നു. കഴിഞ്ഞ ആഴ്ചയിൽ നമുക്കറിയാം പ്രേയിങ് കേരളയുടെ ചരിത്രത്തിൽ ഏറ്റവും കുറച്ച് ആളുകളുമായിട്ട് ഈ ശുശ്രൂഷ നിർവഹിച്ച ഒരു ആഴ്ചയായിരുന്നു കഴിഞ്ഞ ആഴ്ചയിൽ. നമുക്ക് പാടുവാൻ ആളുകളില്ല, ഇൻസ്ട്രുമെൻറ്റ്സിൽ ആളില്ല, സ്റ്റുഡിയോയിൽ പലയിടത്തും ആളുകളില്ല. എങ്കിലും സിനിമതരെ ഇത്രയും അധികം ആളുകളുടെ വിവരങ്ങൾ നമുക്ക് എഴുതിയെടുക്കുവാൻ തന്നെ ഇടയായി. ഏറ്റവും കുറഞ്ഞത് ഇത്രയും ആളുകളുടെ വിവരങ്ങൾ തന്നെ നമുക്ക് എഴുതിയെടുക്കാൻ പറ്റാതെ പോയിട്ടുണ്ട്. അവരോട് ക്ഷമ ചോദിച്ചുകൊണ്ട്, മാപ്പപേക്ഷിച്ചുകൊണ്ട് എഴുതിയെടുക്കാൻ പറ്റിയവരുടെ വിഷയങ്ങൾക്കെങ്കിലും ദൈവത്തിൻ്റെ വിടുതലുണ്ടാകേണ്ടതിന് ഈ സന്ദർഭത്തിൽ നമുക്ക് ഒന്നിച്ച് പ്രാർത്ഥിക്കാം. പലരുടെയും ടെലഫോണുകൾ ഞാനിങ്ങനെ പറഞ്ഞിരുന്നു, ഇങ്ങോട്ട് വിളിക്കുമ്പോൾ കിട്ടുന്നില്ല എങ്കിൽ വിഷമിക്കേണ്ട. ഒന്നുകിൽ ഹാർവസ്റ്റ് ടിവിയിലൂടെ തന്നെ അനേക ശുശ്രൂഷകർ പ്രാർത്ഥനയ്ക്കായിട്ട് സഹായം എത്തിച്ചു തരുന്നവരുണ്ട്. അവരെ വിളിച്ചറിയിക്കുക, അവരും ചേർന്ന് പ്രാർത്ഥിക്കും. അല്ലെങ്കിൽ അവരവരുടെ വിഷയങ്ങൾ ഒരു ഷീറ്റ് പേപ്പറിനകത്ത് എഴുതി അവരവരുടെ കരങ്ങളിൽ തന്നെ വെക്കുക. ഈ പ്രാർത്ഥന നടക്കുമ്പോൾ ചേർന്ന് പ്രാർത്ഥിക്കുക. അങ്ങനെ ഞാൻ ഇന്നലെ വൈകിട്ട് അറ്റൻഡ് ചെയ്ത പല ടെലഫോണുകളിൽ ഇവിടെ വിളിച്ചിട്ടൊക്കെ എടുത്തില്ല ബ്രദറെ. അപ്പോൾ അവരുടെ കുറേ വിഷയങ്ങൾക്ക് കർത്താവ് അങ്ങനെ മറുപടി കൊടുത്തു എന്ന് ഈ ചുരുക്കം ഇതാ. ഇവിടെ വിളിച്ചു പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ഇവിടെ കിട്ടിയാലും കിട്ടിയില്ലെങ്കിലും ബൈബിൾ തരുന്ന ആശയം ഇതാണ്: നമ്മൾ യേശുവിൻ്റെ സന്നിധിയിൽ ഒരു മനസ്സോടെ പ്രാർത്ഥിക്കുന്ന ഏതു വിഷയത്തിനും അവിടുന്ന് മറുപടി നൽകി തരുവാൻ വിശ്വസ്തനാണ്. അതേ സാമ്പ്രദായം പ്രാർത്ഥിച്ച ഓരോ വിഷയത്തിലേക്ക് കർത്താവ് മറുപടി നൽകി കൊടുക്കുന്നത്. ബ്രദറിലേക്ക് കിഡ്നി സംബന്ധമായ പ്രയാസങ്ങളിലേക്ക് കടന്നു പോകുന്നത്. അദ്ദേഹത്തെ ഹോസ്പിറ്റലിൽ ICUയിൽ അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന സമയത്ത് വളരെ ക്രിട്ടിക്കൽ കണ്ടീഷൻ എന്ന് തന്നെ ഡോക്ടേഴ്സും പറഞ്ഞു. ഈ സമയത്താണ് വാട്സപ്പിലൂടെ ഈ വിഷയം പ്രാർത്ഥിക്കേണ്ടി അറിയിച്ച് ചേർന്ന് പ്രാർത്ഥിച്ചു. പ്രേയിങ് കേരളയിൽ അത്ഭുതകരമായി സൗഖ്യം അദ്ദേഹത്തിന് ദൈവം നൽകി കൊടുത്തു. ഇപ്പോൾ നല്ല ആരോഗ്യത്തോടെ കൂടെ തന്നെ ആയിരിക്കുന്നു എന്ന് നമ്മെ അറിയിച്ചിരിക്കുന്നു. സാധാരണ നമ്മൾ 6:15 ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം 6:15 കഴിയുമ്പോൾ നമ്മൾ വിദ്യാർത്ഥി സമൂഹത്തിന് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. ഇപ്പോൾ എക്സാമിന് വേണ്ടി പോകുന്ന പ്രിയപ്പെട്ടവർ ഒത്തിരി പേരുണ്ട്. 6:20 മുൻപ് ഞങ്ങളെ ഒന്ന് പ്രാർത്ഥിച്ചു വിടാമോ എന്ന് ചോദിക്കുന്ന പല പ്രിയപ്പെട്ടവരുണ്ട്. ചേർന്നൊന്ന് പ്രാർത്ഥിച്ച് കർത്താവിൻ്റെ സന്നിധിയിൽ ഇപ്പോൾ നടക്കുന്ന ഈ പ്രാർത്ഥനയിൽ എഴുന്നേൽക്കാൻ പറ്റുന്നവർ ഉണ്ടെങ്കിൽ എഴുന്നേക്കാൻ പറ്റുന്നവർ എഴുന്നേൽക്കുക. കരങ്ങൾ ചലിപ്പിക്കാൻ പറ്റുമെങ്കിൽ ചലിപ്പിക്കുക. എന്താ? യേശുവിൽ ഞാൻ അർപ്പിച്ച വിശ്വാസത്തോടുകൂടെ ദൈവ തിരുവഴുത്തിൽ നിൽക്കുന്നതിനെ ബൈബിൾ വ്യക്തമായി കാണിച്ചു തരുന്നു. കരങ്ങൾ ഉയർത്തുന്നതിനെ ബൈബിൾ വ്യക്തമായി കാണിച്ചു തരുന്നു. കരങ്ങൾ ദൈവസന്നിധിയിലേക്ക് അർപ്പിച്ച് ഒന്നിച്ചൊന്ന് പ്രാർത്ഥിച്ച് വിദ്യാർത്ഥി സമൂഹത്തെ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ, കർത്താവേ, പ്രിയങ്കല കുടുംബങ്ങൾ ഒരുമിച്ച് പഠിക്കുന്ന മക്കളെ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, മക്കൾക്ക് പഠിക്കുവാനുള്ള കഴിവും ശക്തിയും ബുദ്ധിയും ആരോഗ്യം ഉണ്ടാകട്ടെ. കർത്താവെ, പഠിച്ചതൊന്നും പോലും മറന്നു പോകാതെ എല്ലാം കർത്താവെ നല്ലവണ്ണം എഴുതി ഉന്നതമായ ഒരു വിജയം ഉണ്ടാകുവാൻ എന്റെ കർത്താവെ അവിടുന്ന് സഹായിക്കുന്നത് പ്രാർത്ഥിക്കുകയാണ്. എക്സാം എഴുതുന്ന മക്കളെല്ലാം ഞങ്ങൾ ഒരുമിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, പഠിച്ചത് മറന്നു പോകുന്നവരുണ്ട്, കർത്താവെ പഠിക്കുവാൻ മടിയുള്ളവരുണ്ട്, കർത്താവെ അതുപോലെ കർത്താവെ ശരിയായിട്ട് പഠിക്കുവാൻ കർത്താവ് സാഹചര്യമില്ലാത്ത മക്കളുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എന്റെ കർത്താവെ, ബധിരരായിട്ടുള്ള മക്കളെ, ഊമരായിട്ടുള്ള മക്കളെ, ശരീരത്തിന്റെ പല അവയവങ്ങൾ കർത്താവെ ശരിയായിട്ട് പ്രവർത്തിക്കാതെ കർത്താവെ മറ്റ് സ്കൂളുകളിൽ പഠിക്കുന്ന മക്കളുണ്ട്, അവരെ ഞങ്ങൾ അനുഗ്രഹിക്കുകയാണ്. കർത്താവെ, ഓട്ടിസം ബോധിച്ച് കർത്താവെ പഠിക്കുവാൻ പ്രയാസമുള്ള മക്കൾക്ക് വേണ്ടി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ജ്ഞാനത്തിന്റെയും വിവേകത്തിന്റെയും ആലോചനയുടെയും ബലത്തിന്റെയും പരിജ്ഞാനത്തിന്റെയും യഹോഭക്തിയുടെയും ആത്മാവിനാൽ മക്കളെ നിറയ്ക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായ മക്കളുണ്ട്. കർത്താവെ, ദുശ്ശാലികൾ പൂർണ്ണമായിട്ടും മാറട്ടെ. എന്റെ കർത്താവെ, എല്ലാവരെയും അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്ന അനുഗ്രഹിക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ആരാധിക്കാം വരുന്നു നാം
പറഞ്ഞത് ഇങ്ങനെ, നിങ്ങൾ ഭൂമിയിൽ 2 പേർ, അതായത് ഒന്നിലധികം പേർ ഐക്യമത്യപ്പെട്ട് പ്രാർത്ഥിക്കുന്നത് ഏത് വിഷയമാണെങ്കിലും എൻ്റെ പിതാവിൽ നിന്നും ഞാൻ നിങ്ങൾക്ക് മറുപടി നൽകി തരുന്നു. പ്രിയങ്കേലയിൽ ഓരോ പ്രാർത്ഥനാ വിഷയത്തിനുണ്ട്. നമ്മൾ മാത്രമല്ല, നമ്മുടെ കൂടെ പങ്കെടുക്കുന്ന നമ്മുടെ കുടുംബാംഗങ്ങൾ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. യേശു പറഞ്ഞ ആ വാക്ക് പോലെ തന്നെ ആ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയത്തിന് കർത്താവ് മറുപടി നൽകി തരുന്നു. ഇത് വാട്സപ്പിൽ അജിതെ അറിയിച്ചത് അമ്മയ്ക്ക് BP കൂടി ഒരു വശം തളർന്ന ഒരു അവസ്ഥയിലേക്ക് വരികയായിരുന്നു. ഈ സമയത്ത് ഉടൻ തന്നെ പ്രിയങ്കേലയിലും വിളിച്ച് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോവുകയും ചെയ്തു. പക്ഷേ ഇപ്പോൾ അമ്മ നന്നായിട്ട് നല്ല ആരോഗ്യത്തോടെ തന്നെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു പ്രയാസം തന്നെ അമ്മയ്ക്ക് ഉണ്ടായില്ല. പ്രാർത്ഥിച്ചതിന് എല്ലാ കുടുംബാംഗങ്ങളോടും നന്ദി അറിയിച്ചിരിക്കുന്നു. സിനിമ അല്പ നിമിഷങ്ങൾക്കുള്ളിൽ നമ്മൾ ദൈവവചനത്തിലേക്ക് വരും. അതിന് തൊട്ട് മുൻപായിട്ട് കർത്താവ് ചെയ്ത് ഇവരുടെ വാട്ടർ പ്യൂരിഫയർ ഒരാഴ്ചയായിട്ട് വർക്ക് ചെയ്യുന്നില്ല. ടെക്നീഷ്യൻ വന്നിട്ട് ശരിയായിട്ടില്ല താനും. അപ്പോൾ അദ്ദേഹത്തിന് ശരിയാക്കാൻ പറ്റാതെ തിരിച്ചു പോവുകയും ചെയ്തു. പ്രിയങ്കേലയിൽ ചേർന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് അല്പം എണ്ണയെടുത്ത് പ്രാർത്ഥിച്ചതിന് ശേഷം അതിൽ പുരട്ടി അത് ആ നിമിഷം മുതൽ അത് വർക്ക് ചെയ്യാൻ തുടങ്ങി. 16/12/2020 ഈ വിവരം അറിയിച്ചിരിക്കുന്ന കസിൻ മഞ്ഞപ്പിത്തം കൂടി വെന്റിലേറ്ററിൻ്റെ സഹായത്തിലായിരുന്നു. പ്രിയങ്കേലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി പ്രാർത്ഥിച്ച എല്ലാവർക്കും പ്രവർത്തിക്കുന്ന കർത്താവിന് നന്ദി പറയുന്നു. വീടിനടുത്തുള്ള ആൾ കിഡ്നി സ്റ്റോണ് പ്രിയങ്കേലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. മൂത്രത്തിലൂടെ കല്ലങ്ങ് പുറത്തുപോയി പ്രാർത്ഥിച്ച എല്ലാവർക്കും മിലൻ നന്ദി അറിയിക്കുന്നുണ്ട്. ഹസ്ബൻഡിന് ഷുഗർ കുറഞ്ഞു പോയി, വളരെ സീരിയസ് സ്റ്റേജിലേക്ക് അദ്ദേഹം മാറി. ഇത് നളിനിയാണ് പൊൻകുന്നത്തു നിന്ന് അറിയിക്കുന്നത്. പ്രിയങ്കേലയിൽ ചേർന്ന് പ്രാർത്ഥിച്ച കർത്താവ് സൗഖ്യത്തെ നൽകിക്കൊടുത്തു. 18/11/2020 അവർ ആ സാക്ഷ്യം നമ്മെ അറിയിച്ചത്. അയൽവക്കത്തുള്ളവർ ഡിസ്ക് അകൽച്ച നിമിത്തം വിഷമിക്കുകയായിരുന്നു. പ്രിയങ്കേലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് പരിപൂർണമായ സൗഖ്യത്തെ അവർക്ക് നൽകിക്കൊടുത്തു. കമോൺ, നമുക്ക് ആശ്രയിക്കുവാൻ ഈ ഇരുട്ടാണെങ്കിലും പകലാണെങ്കിലും യേശു നമുക്കുള്ളതിനാൽ ചേർന്ന് കർത്താവ് കൊടുത്തൊരു വിടുതൽ ഇവർ അറിയിക്കുന്നത് ഇങ്ങനെയാണ്. ഹാർട്ടിന് പ്രോബ്ലം നിമിത്തം സഹോദരിയുടെ മകന് ഹോസ്പിറ്റലായി വല്ലാത്ത ഒരു പ്രതിസന്ധിയിലൂടെ കടന്നുപോയി. ഷുഗർ വളരെ കൂടുകയും ചെയ്തു. ഈ സന്ദർഭത്തിൽ പ്രിയങ്കേലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചത് കർത്താവ് അത്ഭുതകരമായ സൗഖ്യം നൽകി തന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും അവർ നന്ദി അറിയിക്കുന്നു. ഇതും ഹാർട്ട് സംബന്ധമായ രോഗത്തിലൂടെ കടന്നുപോയ ഒരു വ്യക്തി തന്നെ അറിയിച്ച കാര്യം, അത് അവർ ബൈപ്പാസ് സർജറി കഴിഞ്ഞ് 35% മാത്രമേ എല്ലാം വർക്ക് ചെയ്യുന്നുള്ളൂ എന്ന് പറഞ്ഞ സ്റ്റേജിൽ ഇവർക്ക് വേണ്ടി ഒരു ബന്ധുവാണ് പ്രിയങ്കേലയിൽ പ്രാർത്ഥിക്കാൻ വേണ്ടി വിളിച്ചറിയിച്ചത്. ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് ഇപ്പോൾ സൗഖ്യം നൽകി കൊടുത്തിരിക്കുന്നു. മാത്രമല്ല എല്ലാ ദിവസവും ഇപ്പോൾ പ്രിയങ്കേല രാവിലെ പങ്കെടുക്കുന്നു. വെണ്ണയും വെള്ളവും ഒക്കെ എടുത്തു വെച്ച് പ്രാർത്ഥിക്കുന്നു. ആ എണ്ണ എന്നും ഒരു തുള്ളി ശരീരത്തിൽ പോയിട്ടും ആ വെള്ളമാണ് ഇപ്പോൾ കുടിക്കുന്നത്. നല്ല ആരോഗ്യം ശരീരത്തിന് തോന്നുന്നു എന്നും അറിയിച്ചിരിക്കുന്നു. സഹോദരന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് ICUവിലായിരുന്നു. പ്രിയങ്കേലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. പൂർണ്ണ സൗഖ്യത്തോടെ ഭവനത്തിൽ വന്നു. അച്ഛന് നടുവിന് വേദന, ഒരു നടുവിനൊരു പ്രശ്നമുണ്ടായിരുന്നു നേരത്തെ തൊട്ട്. പ്രിയങ്കേലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. അത്ഭുതകരമായ സൗഖ്യം യേശു നൽകിക്കൊടുത്തു. അമ്മയുടെ വെരിക്കോസ് വെയിൻ മൂലം മുറിവുണ്ടായിരുന്നു കാലിൽ. പ്രിയങ്കേലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. കർത്താവ് അതിനും സൗഖ്യം നൽകി. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു. നമ്മളിപ്പോൾ പാടിയതുപോലെ രാവാണെങ്കിലും പകലാണെങ്കിലും ആശ്രയിക്കുവാൻ യേശു നമുക്ക് മതിയായവനായി കൂടെയുണ്ട്. അമ്മ ഷുഗർ വളരെ കൂടുതൽ, കാലിന് മുട്ടിന് വേദനയായിരുന്നു. പ്രിയങ്കേലയിൽ ചേർന്ന് പ്രാർത്ഥിച്ചു. കോതമംഗലത്ത് നിന്ന് ലിസി അറിയിക്കുന്നത് പരിപൂർണമായ സൗഖ്യം അമ്മയ്ക്ക് അനുഭവിക്കുന്നു. ഈ യേശു എത്ര നല്ലവൻ. സിനിമതരെ ഈ സന്ദർഭത്തിൽ പല രോഗത്താൽ വിഷമിക്കുന്ന ഒരുപാട് പ്രിയപ്പെട്ടവർ അവരുടെ വിവരങ്ങൾ പ്രിയങ്കേലയിൽ പ്രാർത്ഥനയ്ക്കായിട്ട് വന്നിട്ടുണ്ട്. കഴിഞ്ഞ 3 ദിവസങ്ങളിൽ ഉപവാസ പ്രാർത്ഥനയിൽ നമ്മൾ എഴുതിയെടുത്ത വിഷയങ്ങളിൽ പലതും സൗഖ്യമില്ലാതെ വിഷമിക്കുന്നവരെ, പ്രത്യേകിച്ച് ഒരുതരം ചുമ നിമിത്തം ഇവിടെ ഇപ്പോൾ വന്നിരിക്കുന്നത് 3
3 മാസങ്ങളായിട്ട് നിർത്താതെ ചുമ ആയിരുന്നു. മരുന്നുകൾ ധാരാളം കഴിച്ചു, ഒരു പ്രയോജനവുമില്ല. 14-ാം തീയതി അവരറിയിച്ചിരിക്കുന്നത് പ്രിയങ്കകളെ ചേർന്ന് പ്രാർത്ഥിച്ചു. ഉപവാസ പ്രാർത്ഥനയിൽ കർത്താവ് ആ പ്രയാസത്തെ അന്ന് അത് പൂർണ്ണമാക്കി മാറ്റിക്കൊടുത്തു. അത് ഇവിടെ ഇരിപ്പുണ്ട്, നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. കർത്താവ് ഇന്ന് അതുപോലെ രോഗികളെ സൗഖ്യമാകട്ടെ. നമുക്കൊന്ന് സ്വപ്നം കാണാം. ദൈവമേ, ഞാൻ പ്രാർത്ഥിക്കാൻ അങ്ങയുടെ കൂടെ ചേരുക. യേശുവേ, 1,00,000 രോഗികളെ എൻ്റെ വകയായിട്ട് ഇന്ന് സൗഖ്യമാക്കണമേ. കമോൺ, നമുക്കൊന്നിച്ചൊന്ന് പ്രാർത്ഥിച്ച് ലോകത്തിൻ്റെ ആകാശത്തിൻ്റെ കീഴിലുള്ള ഓരോ രോഗിയും സൗഖ്യം. ഞങ്ങൾ ഇതിൻ്റെ മേൽ കരങ്ങൾ വയ്ക്കുക. എഴുന്നേൽക്കാൻ പറ്റുന്നവരൊക്കെ എഴുന്നേറ്റ് വന്ന് പ്രാർത്ഥിക്കണം. LS ഇത് ഉപവാസ പ്രാർത്ഥനയ്ക്ക് വന്ന വിളിച്ചറിയിച്ച നമ്മൾ എഴുതിയെടുത്ത 3 ദിവസങ്ങൾ എഴുതിയെടുത്ത നീറുന്ന വിഷയങ്ങളായത് ആ കുടുംബങ്ങൾക്ക് യേശുവിൻ്റെ സൗഖ്യവും വിടുതലും ഇപ്പോൾ ഉണ്ടാകേണ്ടതിന് നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, ഞങ്ങൾ ഈ ഓരോ വിഷയത്തെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഈ പ്രാർത്ഥന വിഷയം അറിയിച്ച ഓരോ കുടുംബത്തെ ഞങ്ങൾ നിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. അവർ കടന്നു പോകുന്ന വിഷയങ്ങൾ എല്ലാം നന്നായി അറിയുന്ന ദൈവമേ, നീ പ്രവർത്തിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ച് ഈ നിമിഷം ഞങ്ങൾ ഒന്നിച്ചു ചേർന്ന് രോഗികളുടെ സൗഖ്യത്തിനു വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, വിവിധ പ്രയാസങ്ങളിലെ കടന്നു പോകുന്നവരുണ്ട്, ഹോസ്പിറ്റലായിരിക്കുന്നുണ്ട്, ഭവനങ്ങളിലായിരിക്കുന്നവരുണ്ട്. കർത്താവേ, ഡോക്ടേഴ്സ് കൈവിട്ടവരുണ്ട്. കർത്താവ് വർഷങ്ങളായി മരുന്ന് കഴിക്കുന്നവരുണ്ട്. കർത്താവേ, ഇപ്പോൾ ഞങ്ങൾ ഒരു മനസ്സോടെ ചേർന്ന് പ്രാർത്ഥിക്കുന്നു. ഞങ്ങളുടെ സകല രോഗത്തിന് കർത്താവേ സൗഖ്യം തരുന്നവനായ കർത്താവേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കുകയാണ്. അത്ഭുതമായി സൗഖ്യമുണ്ടാകട്ടെ. ക്യാൻസർ രോഗികൾ യേശുവിന്റെ നാമത്തിൽ സൗഖ്യമാകട്ടെ. അതിന്റെ പ്രയാസങ്ങൾ ശരീരത്തിൽ നിന്ന് മാറട്ടെ. വിടുതലും സൗഖ്യം അവർക്ക് ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവേ, ഞങ്ങൾ ഇന്ന് പ്രഭാതത്തിൽ അവിടുത്തെ തിരുമുഖത്തേക്ക് നോക്കുകയാണ്. യഹോവേ, ഞാൻ നിന്നിൽ ആശ്രയിക്കുന്നു, ഞാൻ ഒരു നാളും ലജ്ജിച്ചു പോകരുതെന്ന് അവിടുത്തെ ഭൃത്യനായ ദാവീദ് പ്രാർത്ഥിച്ചതുപോലെ ഇന്ന് പകൽക്കാലം കർത്താവേ, ഞങ്ങളുടെ മുമ്പാകെ വന്നിരിക്കുന്ന ആമേ സ്തോത്രം എഴുതപ്പെട്ടതായ സകല പ്രാർത്ഥനാ വിഷയങ്ങളെയും അങ്ങയുടെ കരങ്ങളിൽ നൽകി തരികയാണ്. കർത്താവേ സ്തോത്രം, ഇന്ന് പകൽക്കാലം സ്തോത്രം വിവിധ രോഗാവസ്ഥയിലായിരിക്കുന്നതായ വിവിധ പ്രായത്തിലുള്ള ഞങ്ങളുടെ പ്രിയപ്പെട്ടവരെല്ലാം ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുന്നു. പ്രത്യേകിച്ചും കർത്താവെ, വാർദ്ധക്യ സഹജമായ രോഗത്താൽ കടന്നു പോകുന്നതായ എല്ലാ നിന്റെ മക്കളെ ഞങ്ങൾ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ, ഇന്ന് പകൽക്കാലം അവരുടെ ശിരസ് മുതൽ ഉള്ളങ്കാല് വരെ അടിപ്പിണരേറ്റതായ ആ സൗഖ്യത്താൽ അവർ ഇന്ന് പകൽക്കാലം നിറയപ്പെടേണ്ടത് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം ചെയ്യുന്നു. കർത്താവെ, തലച്ചോറിൽ ഭാരപ്പെടുന്നതായ പ്രിയപ്പെട്ടവർ, കിഡ്നിക്കും കർത്താവെ നട്ടലിനും ഡിസ്കിനും പ്രയാസമുള്ളവർ, കർത്താവെ ഹൃദ്രോഗ സംബന്ധമായ വിഷയങ്ങൾ, അങ്ങനെ എല്ലാ പ്രയാസങ്ങളും ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഓർത്ത് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, മാരകമായ രോഗാവസ്ഥയിൽ കൂടെ കടന്നു പോകുന്ന എല്ലാ പ്രായത്തിലുള്ളവരെ ഞങ്ങൾ ഇന്ന് പകൽക്കാലം ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. സ്തോത്രം കർത്താവേ, ഇന്ന് പകൽക്കാലം അവരുടെ കണ്ണുനീരിനെ തുടച്ച് ഈ പകൽക്കാലം നീ ഒരു അത്ഭുതം അവിടുന്ന് ചെയ്യുമാറാകണമേ. സ്തോത്ര, ഇന്ന് പകൽക്കാലം ഹല്ലേലൂയ ഞങ്ങൾ വായിക്കുന്ന പോലെ കർത്താവ്, ഇന്ന് കണ്ട മിസ്രൈമ്യരെ ഇനി ഒരു നാളും നിങ്ങൾ അങ്ങനെ കാണുകയില്ലെന്ന് പറഞ്ഞതുപോലെ ഇപ്പോൾ അവർ അനുഭവിക്കുന്ന എല്ലാ രോഗങ്ങളും അവരെ വിട്ടുപോകുവാൻ, ആ കെടുതികൾ അവരെ മാറിപ്പോകുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ് അങ്ങനെ ചെയ്തുകൊണ്ട് സ്തോത്രം, യേശുവിൻ നാമത്തിൽ തന്നെ. കർത്താവേ, ഉപവാസ പ്രാർത്ഥന വന്ന ഓരോ വിഷയമായി ഞങ്ങൾ അവിടുത്തെ സന്നിധിയിൽ കടന്നു വരുമ്പോൾ കർത്താവേ, ഞങ്ങൾ അനേക യുവനങ്ങൾ കർത്താവേ വിഷയങ്ങളുണ്ട്. കർത്താവേ, പഠിച്ചിട്ട് ജോലിയില്ലാതെ അനേകം നിൽക്കുന്നുണ്ട്. കർത്താവേ, വിവാഹപ്രായമായിട്ട് വിവാഹം കഴിക്കാത്തവരുണ്ട്. കർത്താവേ, വിവാഹം കഴിഞ്ഞ് വർഷങ്ങളായി കർത്താവേ തലമുറയില്ലാത്തുള്ള വിഷയങ്ങളുണ്ട്. കർത്താവേ, അതുപോലെ പ്രഗ്നന്റ് സ്റ്റേജിലുള്ള മക്കളുടെ വിഷയങ്ങളുണ്ട്. കർത്താവേ, പല സ്കാനിംഗ് റിപ്പോർട്ട് എതിരായിട്ടുള്ളവരുണ്ട്. കർത്താവേ, അവരെയൊക്കെ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവേ, സ്വന്തമായിട്ട് ഭവനമില്ലാത്തുള്ള വിഷയങ്ങൾ, ഭവനത്തിന്റെ പണി കുറഞ്ഞ് വർഷങ്ങളായി കർത്താവേ അത് തീരാത്തവരുണ്ട്. യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഭവനത്തിന്റെ പണികൾ എത്രയും പെട്ടെന്ന് തീരട്ടെ. കർത്താവ്, ശാരീരികമായ പ്രയാസങ്ങൾ മൂലം കർത്താവെ ഉച്ചമ ഉള്ളംകാല് വരെ പലവിധ രോഗത്താൽ പ്രയാസപ്പെടുന്നവരെ, കർത്താവെ പല ആക്സിഡന്റുകളെ പറ്റി കർത്താവെ വീൽചെയറിലായിരിക്കുന്നവരെ, കർത്താവെ ബെഡിലായിരിക്കുന്നവരുണ്ട്. കർത്താവെ, നടക്കാൻ മേലാത്തവരുണ്ട്. കർത്താവെ, പല ട്യൂബുകളിൽ കൂടി ആഹാരം കഴിക്കുന്നവരുണ്ട്. കർത്താവെ, അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ എന്റെ കർത്താവെ, കാൽവരി കുരിശിൽ തകച്ചെടുത്ത ദൈവിക സൗഖ്യം കർത്താവെ ഓരോ വ്യക്തികളിലേക്കും അത് അനുഗ്രഹിക്കണം. എന്റെ കർത്താവ് അനുഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം. യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. The whole world is moving towards a direction where nobody knows where we will land.
നമ്മൾ എവിടെ എത്തിച്ചേരുമെന്ന് നമുക്ക് നിശ്ചയമില്ലാത്തൊരിടത്തേക്കാണ് ലോകം മുഴുവനും ഇന്ന് സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. You talk to anyone around the world, they are all fully gripped with fear and questions and doubts. നമ്മൾ ലോകത്തിൽ ആരോട് ചോദിച്ചാലും അവരെല്ലാവരും ചോദ്യങ്ങളാലും ഭയത്താലും ഭീതിയാലും നിറഞ്ഞു നിൽക്കുന്ന ഒരവസ്ഥയിലാണ്. Question number 1, who will help me? ഒന്നാമത്തെ ചോദ്യം, എന്നെ ആര് സഹായിക്കും? What is the protection left for me? എനിക്ക് വേണ്ടി ആരാണ് അതിന്റെ പൂർണ്ണമായ ഒരു അവസ്ഥയിൽ എന്നെ കാക്കുന്നത്? Brother, last days that I haven't slept very well. ആമേൻ. പലരും പറയുന്ന ഇതാണ്, സഹോദര അല്ലെങ്കിൽ ബ്രദറെ, ഞാൻ ഒത്തിരി കാലമായി ഉറങ്ങിയിട്ട്. Questions and doubts and thoughts of death haunting people like never before in the history of human beings. മനുഷ്യ ചരിത്രത്തിൽ ഇന്ന് വരെ ഉണ്ടാകാത്തതായ നിലയിലുള്ളതായ ചോദ്യങ്ങളും ഭയവുമാണ് ഇന്ന് മനുഷ്യനെ ഗ്രസിച്ചിരിക്കുന്നത്. But I have a good news for you from Psalm number 121 verse number 2. My help comes from the Lord who made the heavens and the earth. എന്നാൽ ഇന്ന് അങ്ങനെ ഭാരത്തോടിരിക്കുന്ന ചോദ്യങ്ങളോടിരിക്കുന്നവർക്ക് എനിക്ക് നൽകുവാൻ തിരുവെഴുത്തിൽ നിന്നും ഒരു മറുപടിയുണ്ട്. 121 സങ്കീർത്തനം 2-ാം വാക്യത്തിൽ, എൻ്റെ സഹായം ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ യഹോവയിങ്കൽ നിന്ന് വരുന്നു. It's not a corporate help, it's so personal. My help comes from the Lord who made the heavens and the earth. ഇത് ഒരു സമൂഹമായിട്ടുള്ള ഒന്നിച്ചുള്ളതായ ഒരു മറുപടി അല്ല, മറിച്ച് വ്യക്തിപരമായി ആകാശത്തെയും ഭൂമിയെയും ഉണ്ടാക്കിയ സർവശക്തനായ ദൈവത്തിങ്കൽ നിന്നുള്ള മറുപടിയാണ്. One among the many lives in a community, in a society, in a nation or the nations of the world. ഒരുപക്ഷെങ്കിൽ ലോകത്തിലെ ഇത്രയും വലിയൊരു ജനതയുടെ നടുവിൽ ഒരുവനായിരിക്കാം ഞാൻ, അല്ലെങ്കിൽ ഒരുവളായിരിക്കാം. But this is my personal experience. Amen. It cannot be matched with anyone. This is my personal experience. My help comes from the Lord who made the heavens and the earth. ഇത്രയും കോടിക്കണക്കിന് ജനങ്ങൾ ഉണ്ടെങ്കിലും വ്യക്തിപരമായി എൻ്റെ മാത്രമുള്ളതായ അനുഭവമാണ്, ജീവിതാനുഭവമാണ് എൻ്റെ സഹായം ആകാശത്തെയും ഭൂമി ഉണ്ടാക്കിയവങ്കിൽ നിന്ന് വരുന്നു എന്നുള്ളത്. And again he goes on saying, and he will not allow the righteous to be moved, though when we live or pass through moving situations of life. അപ്പോൾ തന്നെ താൻ പറയുന്ന ഒരു ജീവിതാനുഭവമുണ്ട്. എന്താണെന്ന് ചോദിച്ചാൽ, എന്ത് സാഹചര്യത്തിലൂടെ ഞാൻ കടന്നു പോകേണ്ടതായി വന്നാലും നീതിമാൻ കുലുങ്ങിപ്പോകുവാൻ അവൻ ഒരു നാളും അനുവദിക്കുകയില്ല. Verse number 5 says, the Lord is your keeper. ആമേൻ. 5-ാമത്തെ വാക്യത്തിൽ, യഹോവ നിന്റെ പരിപാലകൻ. The Lord is your shade at your right hand. യഹോവ നിന്റെ വലത്തു ഭാഗത്ത് നിനക്ക് തണൽ. And again verse number 6 says, the sun shall not strike you by day, nor shall the moon by night. ഇനി 6-ാം വാക്യം ഒന്ന് നോക്കിക്കേ. പകൽ സൂര്യനെങ്കിലും രാത്രി ചന്ദ്രനെങ്കിലും നിന്നെ ബാധിക്കയില്ല. Yes, no planets can influence your blessings, beloved. So verse number 7 says, the Lord shall preserve you from all evil. He shall preserve your soul. Verse number 8 says, the Lord shall preserve your going out and your coming in from this time forth and even evermore. നിനക്ക് ഒരു ഗ്രഹത്തിന്റെ, ഇനി ചൊവ്വാഗ്രഹത്തിന്റെയോ ശനിദശയോ ഒന്നും നിനക്കുണ്ടാകത്തില്ല. കാരണം ദൈവത്തിന്റെ വചനം പറയുന്ന ഇതാണ്, യഹോവ 7-ാം വാക്യത്തിൽ യഹോവ ഒരു ദോഷവും തട്ടാതെ വണ്ണം നിന്നെ പരിപാലിക്കും, അവൻ നിന്റെ പ്രാണനെ പരിപാലിക്കും. 8-ാം വാക്യം നോക്കിക്കേ, യഹോവ നിന്റെ ഇങ്ങോട്ടുള്ള വരവിനെയും അങ്ങോട്ടുള്ള പോക്കിനെയും ഇന്നു മുതൽ എന്നേക്കും പരിപാലിക്കും. There are a couple of times one word is used there, preserve, which comes from the root Hebrew word shamar. Shamar simply means protect with an animal attention. ഇവിടെ ഒരു നമ്മൾ പരിപാലിക്കും അല്ലെങ്കിൽ കാക്കും എന്നുള്ളതായ ഒരു പദം ആവർത്തിച്ച് കാണുന്നുണ്ട്. അതല്ല, അതിനൊരു മൂലഭാഷയിൽ, എബ്രായ ഭാഷയിൽ ഷമാർ എന്നുള്ള SHAMAR എന്ന ഇംഗ്ലീഷ് ലെറ്റേഴ്സ് കൊണ്ട് അത് എഴുതാൻ പറ്റും. ഷമാർ ഗൂഗിൾ ചെയ്ത് പഠിക്കേണ്ടവർ പഠിക്കുക. SHAMAR. ആമേൻ. ഷമാർ എന്നുള്ള ആ പദമാണ് അവിടെ കൊടുത്തിരിക്കുന്നത്. അതിന്റെ അർത്ഥം ഇതാണ്, ഒരു മൃഗം ഒരു ശബ്ദം കേട്ടാൽ, ഒരു അനക്കം കേട്ടാൽ എങ്ങനെ ശ്രദ്ധിക്കുമോ അതേ നിലയിലുള്ള ഒരു ശ്രദ്ധയാണ്
തൻ്റെ മക്കളുടെ മേൽ ദൈവത്തിനുള്ളത്. പാസ്റ്ററെ, ഒരു നായ അനക്കം കേട്ടിട്ടല്ല, അന്തരീക്ഷത്തിലുണ്ടാകുന്ന ആ തരംഗത്തിന്റെ വ്യത്യാസത്തിൽ അവ ഉണർന്ന് യജമാനനെ സഹായിക്കുവാൻ ശ്രദ്ധിക്കും. നമുക്ക് മനസ്സിലാകാൻ ഉള്ള രീതിയിൽ അതിനെ അങ്ങനെ കൊടുക്കാനേ പറ്റുള്ളൂ. വേറൊരു രീതിയിൽ അതിനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പ്രയാസമാണ്. അതുകൊണ്ട് ആ വാർഡ് അത് അങ്ങനെ അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. നാം ശ്രദ്ധിക്കുക, നമ്മുടെ പരിസരത്ത് even before an enemy reaches our area, God sees it well in advance. Hallelujah. And he goes there to protect you and protect me. ഈ വാക്യത്തിന്റെ അർത്ഥത്തിൽ ആമേൻ, ഒരു നമ്മുടെ ആ പരിസരത്തെങ്ങാനും ഒരു ശത്രുവിന്റെ ഒരു ലക്ഷണമുണ്ടായാൽ പോലും ദൈവം അതിനെ മുൻകൂട്ടി തിരിച്ചറിഞ്ഞ് അതിന് വേണ്ടതായ മാർഗങ്ങൾ അതെ തടയിടുവാനായിട്ട് അവൻ അവിടെ പ്രവർത്തിക്കുന്നു എന്നാണ് അതിന്റെ അർത്ഥം. We have entered into a new season of Adar from Saturday as per Hebrew Bible calendar. ആമേൻ. എബ്രായ ബൈബിൾ കലണ്ടർ പ്രകാരം നമ്മൾ ആദാർ മാസത്തിലേക്ക് ശനിയാഴ്ച പ്രവേശിച്ചു. ആ തുടക്ക മാസത്തിലാണ്. The book of Esther, the whole story took place in this season. ആ എസ്തറിന്റെ പുസ്തകത്തിൽ പറയപ്പെട്ടിരിക്കുന്ന മുഴുവൻ സംഭവങ്ങളും നടന്നത് ഈ ആദാർ മാസത്തിലാണ്. You got to rejoice so much. Why? Because what enemy has planned for destruction, hallelujah, has turned a 360 degree for their favor. എന്നാൽ നമ്മൾ ഇന്ന് സന്തോഷിക്കേണ്ട ഏറ്റവും വലിയ കാര്യം എന്താണെന്ന് ചോദിച്ചാൽ, ആദാർ മാസത്തിൽ സംഭവിച്ചതായ മുഴുവൻ കാര്യങ്ങളും സ്വർഗത്തിലെ ദൈവം അവരുടെ നന്മയ്ക്കായിട്ട്, ദൈവജനത്തിന്റെ നന്മയ്ക്കായിട്ട് അതിനെ പിശാച് അല്ലെങ്കിൽ ശത്രു കൊണ്ടുവന്നതിനെ മുഴുവൻ നന്മയ്ക്കായിട്ട് തീർത്തു എന്നുള്ളതാണ്. Let's rejoice today. There is a God in Jesus. He can make a turnaround for my life, for my family, for my nation and the nations around the world. ഇന്ന് പകൽ പ്രിയരെ, നിങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ വിശ്വസിക്കേണ്ടത്, ക്രിസ്തുവിൽ ഉള്ള എൻ്റെ ദൈവത്തിന് എന്നെ ഇന്ന് പകൽക്കാലം ഒരു വലിയ മാറ്റത്തിലേക്ക്, ഒരു പുതിയ തിരിവിലേക്ക് എന്നെ സമ്പൂർണ്ണമായി സൂക്ഷിക്കുവാനും പരിപാലിക്കുവാനും അവന് കഴിയുമെന്നുള്ള ഒരു വിശ്വാസമാകണം. What schemes of the enemy planned for your destruction, amen, and you are worried about it, yes, God in Jesus is more than able to bring a turnaround for your favor, beloved. ശത്രു നിന്റെ നാശത്തിനായിട്ട് അവൻ കാര്യങ്ങളെ ഒരുക്കി വെച്ചെങ്കിൽ ഇന്ന് പകൽ ദൈവത്തിന്റെ വചനത്തിൽ വിശ്വസിച്ച് ആനന്ദിക്കുക. അത് മുഴുവനും നന്മയ്ക്കായിട്ട് തീർക്കുന്ന ഒരു ദൈവം യേശുവിൽ ഇന്ന് പകൽ നമുക്കായിട്ടുണ്ട്. Beloved, you are born to be a winner, always in Jesus. ഹല്ലേലൂയ. എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, നിന്റെ ജീവിതത്തിൽ നീ വിജയാളിയാകുവാനാണ് അവൻ നിന്നെ സൃഷ്ടിച്ചിരിക്കുന്നത്. You are born with all faculties of God the Father, amen, to be a conqueror in every situation of your life. Suicide is not, amen, your option. Trusting in God is your best option, beloved. ഈ രാവിലെ ശ്രദ്ധിക്കുക, നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടപ്പോൾ തന്നെ നിങ്ങൾ അകപ്പെടുന്നതായ എല്ലാ പരിതസ്ഥിതികളെ മറികടക്കുവാനുള്ള എല്ലാ ദൈവിക വൈഭവത്തോടും കൂടെയാണ് നിങ്ങൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്, നിങ്ങൾ ജനിച്ചിരിക്കുന്നത്. What God has for each one of us is life and life in abundance. ആമേൻ. ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്ക് എല്ലാവർക്കും ദൈവം ജീവൻ മാത്രമല്ല, അത് നല്ല സമ്പൂർണ്ണമായ നിറഞ്ഞൊരു ജീവൻ അവൻ നിങ്ങൾക്ക് വാഗ്ദത്തം ചെയ്തിരിക്കുന്നു. Let's pray, Lord Jesus, abide in me, bless me and make me a blessing, Lord. ആകയാൽ നമുക്ക് ഇന്ന് ഇങ്ങനെ പ്രാർത്ഥിക്കാം. കർത്താവായ യേശുവേ, എന്നിൽ വസിച്ച് എന്നെ അനുഗ്രഹിച്ച് അങ്ങ് അവിടുന്ന് എന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റണമേ. നമ്മൾ ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ, സ്വർഗീയ പിതാവേ, ഞങ്ങളെല്ലാം അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും ഞങ്ങളെ സൂക്ഷിക്കുന്നു, ഞങ്ങളെ പരിപാലിക്കുന്നു, ഞങ്ങൾക്ക് വേണ്ടി കരുതുന്നു, ഞങ്ങളെ വഴി നടത്തുന്നു ഞങ്ങളുടെ നല്ല ദൈവമേ. കർത്താവേ, ഞങ്ങളെ കുടുംബമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രിയങ്കുള്ള കുടുംബങ്ങളെ മുഴുവൻ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ഓരോ നിമിഷവും അങ്ങയുടെ പ്രവൃത്തി എല്ലാവരുടെയും ജീവിതത്തിന്മേൽ വെളിപ്പെടുമാറാകട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവേ, ഞങ്ങൾ കർത്താവ് വിവിധ ആവശ്യങ്ങളെ കടന്നു പോകുന്നവരുണ്ട്. കർത്താവേ, ഞങ്ങളുടെ സഹായകനായ യേശുവേ, അങ്ങയുടെ മുഖത്തേക്ക് ഞങ്ങൾ നോക്കുന്നു. കർത്താവേ, അങ്ങയുടെ പ്രവൃത്തി കർത്താവ് ഓരോരുത്തർക്ക് വേണ്ടി അങ്ങ് ചെയ്താട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈ പ്രാർത്ഥനത്തിൽ കർത്താവ് ഞങ്ങളെല്ലാം ഞങ്ങളെ തന്നെ സമർപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് ഞങ്ങൾക്ക് ഓരോരുത്തർക്കും അങ്ങ് ആവശ്യമാണ്. കർത്താവ് യേശുവേ, അങ്ങ് ഞങ്ങളിൽ വസിച്ച് അങ്ങ് ഞങ്ങളെ അനുഗ്രഹിച്ച് അങ്ങ് ഞങ്ങളെ മറ്റുള്ളവർക്ക് അനുഗ്രഹമാക്കി മാറ്റണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. തിരുശക്തിയാ ഞങ്ങളെ നിറച്ചാട്ടെ യേശുവിൻ നാമത്തിൽ പിതാവേ.
അങ്ങനെ അനേകം പ്രിയപ്പെട്ടവർ വീണ്ടും അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നമ്മെ അറിയിക്കുന്നുണ്ട്. നമുക്ക് ചേർന്ന് പ്രാർത്ഥിക്കാം. യേശു പറഞ്ഞ് നിങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചോദിക്കുന്നതൊക്കെയും ലഭിച്ചു എന്ന് വിശ്വസിപ്പേൻ, എന്നാൽ അത് നിങ്ങൾക്ക് ലഭിക്കും. പ്രത്യേകിച്ച് വേദനയുടെ കടന്നു പോകുന്നതിനുണ്ട്. ഇത് നിമിഷയാണ് വാട്സപ്പിൽ അയച്ചിരിക്കുന്ന ആലീസ് കോവിഡ് ബാധിച്ചു വെന്റിലേറ്ററിലായിരിക്കുന്നു, പരിപൂർണ്ണമായി സൗഖ്യം ലഭിക്കേണ്ട പ്രാർത്ഥന. അടുത്ത വേറൊരു വ്യക്തിയെക്കുറിച്ച് അറിയിച്ചിരിക്കുന്ന പനി, ജലദോഷം, മറ്റ് പ്രയാസങ്ങളിലെ കടന്നു പോകുന്നു, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ലൗലി പറയസ് വിളിച്ചു പറഞ്ഞ സഹോദരൻ ബേഗറിലെ കോവിഡ് വാക്സിനേഷൻ എടുത്തു, ശരീരത്തിൽ ക്ഷീണവും പ്രയാസവും പ്രാർത്ഥിക്കണം. ഇത് ജിജി ബേഗറിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന ഹസ്ബൻഡ് സ്ട്രോക്ക് വന്ന് യൂറിനറി ബ്ലാഡറിൽ മുഴയുണ്ട്, പൂർണ്ണ സൗഖ്യം ലഭിക്കാൻ പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ലീലാമ്മ വിളിച്ചു പറഞ്ഞിരിക്കുന്ന മൂത്തമകൾ MBBS പഠിക്കുകയാണ്, ഫീസ് അടയ്ക്കാൻ ബുദ്ധിമുട്ടുണ്ട്, പ്രാർത്ഥിക്കണം. മഞ്ജു ചാത്തനിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന ഹസ്ബൻഡ് മദ്യപാന മരണം, 5 വർഷമായി ഇതുവരെ മക്കളില്ല, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഡേസി വിളിച്ചു പറഞ്ഞ താഴെ ഒരു മുഴയുണ്ട്, മരുന്ന് കഴിച്ചിട്ട് മാറുന്നില്ല. ലൈല ബോംബെ നിന്ന് അറിയിച്ചിരിക്കുന്ന 2 വർഷമായി സ്ട്രോക്ക് വന്ന് ഇടതുവശം തളർന്നു പോയി, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. ഇത് വന്ന് മാവൂർ നിന്ന് പത്മദേവി പറഞ്ഞിരിക്കുന്നത് ഹാർട്ടിന്റെ ഹോളിലുണ്ട്, വയറിന് നീരുണ്ട്, പ്രാർത്ഥിക്കണം. വത്സമയാണ് അമേനൂരിൽ നിന്ന് അറിയിച്ചിരിക്കുന്ന സഹോദരി രാധ, ശരീരം മുഴുവൻ നീര്, പ്രാർത്ഥന ചോദിച്ചിരിക്കുന്നു. മറിയാമ്മ വിളിച്ചു പറഞ്ഞ നടുവിനും കാൽമുട്ടിനും ഞരമ്പിനും വേദനയുണ്ട്, മകൻ മസ്കറ്റിലാണ്, അത് പ്രത്യേകം പ്രാർത്ഥിക്കണം. അനേകം പ്രിയപ്പെട്ട അവരുടെ പ്രാർത്ഥന ആവശ്യങ്ങൾ നമ്മെ ആ സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വിളിച്ചു, അപ്പോൾ തന്നെ വാട്സപ്പിൽ ഇമെയിലും ഒക്കെ അറിയിക്കുന്നുണ്ട്. ഒന്നിച്ച് കുടുംബാംഗങ്ങളുടെ വിഷയങ്ങളെ ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കും. അപ്പോൾ തന്നെ നമുക്കറിയാം, നമ്മൾ എല്ലാ തിങ്കളാഴ്ചയും നമ്മൾ മുതിർന്ന പൗരന്മാർക്ക് വാർദ്ധക്യക്കുന്ന മാതാപിതാക്കൾക്ക് വേണ്ടി നമ്മൾ പ്രത്യേകം പ്രാർത്ഥിക്കുന്നുണ്ട്. അവരെയും ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് ഒന്നിച്ച് പ്രാർത്ഥിക്കുമ്പോൾ കുടുംബാംഗങ്ങൾ ഒരുമിച്ച് അവിടുത്തെ സന്നിധിയിൽ പ്രാർത്ഥിക്കുകയാണ്. പങ്കെടുക്കുന്ന ഓരോരുത്തർക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ കർത്താവേ, പലരും കർത്താവേ ശരീരത്തിൽ പല വേദനകളും പ്രയാസങ്ങളുമായിട്ട് കർത്താവ് രോഗത്തിന്റെ അവസ്ഥയിൽ കടന്നു പോകുന്നുണ്ട്. കർത്താവ് ഇന്ന് ഹോസ്പിറ്റലിൽ ആയിരിക്കുന്നുണ്ട്, കർത്താവ് വെന്റിലേറ്ററിൽ ആയിരിക്കുന്നുണ്ട്, കർത്താവേ അതുപോലെ ഐസിയുയിൽ ആയിരിക്കുന്നുണ്ട്, കർത്താവ് ഇന്ന് ഡയാലിസിസ് ചെയ്യുന്നുണ്ട്, കീമോ ചെയ്യുന്നുണ്ട്. അവർക്ക് വേണ്ടിയൊക്കെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവ് രോഗത്തിന്റെ ഏത് അവസ്ഥയാണെന്ന് പറഞ്ഞാൽ കർത്താവെ അത്ഭുതകരമായ ഒരു വിടുതൽ നൽകി അനുഗ്രഹിക്കുന്ന കർത്താവേ, പ്രത്യേകിച്ച് കർത്താവെ ഞങ്ങൾ പ്രാർത്ഥിക മാതാപിതാക്കളെ യേശു കർത്താവിന്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുകയാണ്. കർത്താവെ ഭവനങ്ങളിൽ കർത്താവ് ഒറ്റയ്ക്ക് താമസിക്കുന്നവരുണ്ട്, കർത്താവെ അവിടുത്തെ സാന്നിധ്യം കൂടെയാണ് അവരെ അനുഗ്രഹിക്കണം. അനുഗ്രഹിക്കുന്നവർക്കായി സ്തോത്രം, യേശു കർത്താവിന്റെ നാമത്തിൽ തന്നെ ആമേൻ. ക്രിസ്റ്റീനയ്ക്ക് 3 മാസങ്ങളായിട്ട് നിരന്തരമായ ചുമ, മരുന്നുകൾ പലത് കഴിച്ചു. വാട്സാപ്പിലൂടെ വിവരം ഇവിടെ വന്നിരുന്നത് കഴിഞ്ഞ ദിവസം ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസം നമ്മൾ പ്രാർത്ഥിക്കുന്ന വേളയിൽ കർത്താവ് ചെയ്തത് ആ ചുമ നിമിത്തം ശബ്ദം പൂർണ്ണമായും നഷ്ടപ്പെട്ടു പോയ സ്ഥിതിയിൽ ആയിരുന്നു. പ്രേംകല ചേർന്ന് പ്രാർത്ഥിച്ചു. ഉപവാസ പ്രാർത്ഥനയുടെ 2ാമത്തെ ദിവസം ശബ്ദം തിരിച്ചു കിട്ടി, സൗഖ്യത്തോടെ ആയിരിക്കുന്നു. പ്രാർത്ഥിച്ച എല്ലാവർക്കും നന്ദി അറിയിക്കുന്നു. ഇത് മറ്റേ ജോബി ഇതും വാട്സാപ്പിലൂടെ അറിയിച്ചത് എങ്ങനെയാണ്, അദ്ദേഹത്തിന് 3 ലക്ഷം രൂപ ഒരാൾക്ക് തിരികെ കൊടുക്കണമെന്ന്. പക്ഷേ കയ്യിൽ പണമില്ലാതെ വിഷമിക്കുന്ന സമയത്ത് പ്രിയങ്കയിലെ ചേർന്ന് പ്രാർത്ഥിക്കും. 2 ലക്ഷം രൂപ അതിന് ഉടനെ കൊടുക്കുവാൻ ദൈവം വഴി തുറന്നു. ബാക്കി പിന്നീട് ഉള്ളപ്പം കൊടുത്താൽ മതി എന്ന് അവിടുന്ന് സന്ദേശവും കിട്ടി പ്രാർത്ഥിച്ചതിന് നന്ദി അറിയിച്ചിരിക്കുന്നു. 14/2/2021 കാലിന് നാളുകളായിട്ട് വേദന നിമിത്തം ലക്ഷ്മി വിഷമിക്കുകയായിരുന്നു. മിസ്റ്റർ ബേബി ചെയ്തത്, മിസ്റ്റർ ആണോ മിസ്സസ് ആണോ എന്നറിയത്തില്ല, ബേബി എന്ന പേരിലുള്ള ഒരാൾ ഇവിടെ അറിയിച്ചിരിക്കും. ഫസ്റ്റ് നെയിം മാത്രമേ ഇവിടെ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ വാട്സാപ്പിലൂടെ അത് അറിയിക്കുന്ന, അപ്പോൾ പ്രേംകേളയിൽ അതൊരു പ്രശ്നം കൂടിയാണ്. നമ്മൾ ആ പ്രാർത്ഥന വിഷയം അറിയിക്കുമ്പോൾ വാട്സാപ്പിലൂടെ ആണെങ്കിലും ആരാണോ അത് എഴുതുന്നത് അവരുടെ ഫുൾ നെയിം, ഇപ്പോൾ സിനു ആണെങ്കിൽ സിനു എന്ന് പറഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പക്ഷേ സിനു കെ ജോയ്, ഇപ്പോൾ ബേബി ആണെങ്കിൽ നമ്മുടെ 1 ലക്ഷം ബേബിമാരുടെയെങ്കിലും ഏറ്റവും കുറഞ്ഞത് വിവരങ്ങൾ നമ്മുടെ പക്കൽ പ്രേംകേളയിൽ കഴിഞ്ഞ 8 വർഷങ്ങളായിട്ട് നമുക്കുണ്ടാകും. സോ ആ പ്രയാസം ഒഴിവാക്കുവാൻ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ഇതിനെ കമ്പ്യൂട്ടറിലേക്ക് ഒന്ന് കൊണ്ടുവരികയാണ് എങ്കിൽ ആ സന്ദർഭം ഇതിപ്പോൾ നമ്മുടെ ഉള്ള ആളുകളെ വെച്ച് അത് ചെയ്യുവാൻ സാധ്യമല്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ അതുകൊണ്ടുകൂടെ നമ്മൾ പൂർണ്ണ പേര് ചോദിക്കാം. ഇല്ലെങ്കിൽ ഇനീഷ്യൽ ബേബി എന്നുള്ളിടത്ത് എം ആണെങ്കിൽ എം, ബേബി എം പേര് വിളിക്കുമ്പോൾ തന്നെ ഹലോ പ്രേംകേരള ആണോ, ആണ് പ്രേംകേരളയിലേക്ക് വിളിക്കുകയാണ് എന്ന് പറയുമ്പോൾ തന്നെ എൻ്റെ പേര് സാം ഡാനിയൽ എന്നാണ് എന്ന് പറഞ്ഞിട്ട് കോട്ടയത്തു നിന്നാണ് വിളിക്കുന്നത് എന്ന് പറഞ്ഞു കഴിയുമ്പോൾ കറക്റ്റായി കഴിഞ്ഞു. ബാക്കി വിവരങ്ങൾ നമുക്ക് വളരെ ശ്രദ്ധയോടെ പ്രാർത്ഥനയ്ക്കായിട്ട് അറിയിക്കാൻ സാധിക്കും. വെപ്രാളപ്പെടേണ്ട ആവശ്യമില്ല. നമ്മൾ ഒരാൾ ഹലോ ഞങ്ങൾ എടുത്തു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ആ വ്യക്തിയുടെ വിവരം പറയുവാൻ ഉള്ള സമയം നമ്മൾ അവിടെ എടുക്കാറുണ്ട്. നമ്മൾ ഇച്ചിരി ഞങ്ങൾ ധൃതി
വെക്കുന്നത് വിളിക്കുന്നവരുടെ എണ്ണം വളരെയധികം കൂടുതലായതുകൊണ്ടും പ്രത്യേകിച്ച് രോഗികളായിട്ട് ഒരുപാട് വിഷമിക്കുന്നവരുടെ വിവരങ്ങൾ ഇവിടെ വരുന്നത് കൊണ്ടുമാണ്. ചിലപ്പോൾ വസ്തുവിൻ്റെ വിഷയങ്ങളൊക്കെ വരുമ്പോൾ ആ വസ്തുവിൻ്റെ മേൽ കേസുണ്ടെന്ന് പറഞ്ഞു കഴിയുമ്പോൾ തന്നെ ഞങ്ങൾ എഴുതി വെക്കുന്നു, പിന്നെ അടുത്തതിലേക്ക് ഞങ്ങൾ നീങ്ങാനായിട്ട് ശ്രമം നടത്താറുണ്ട്. അത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ല, രോഗികളുടെ. കഴിഞ്ഞ ദിവസം ഒരു അപ്പച്ചൻ്റെ വിവരം ഇതുപോലെ ഞാൻ ഇവിടെ അറ്റൻഡ് ചെയ്യുമ്പോൾ അപ്പച്ചൻ അങ്ങ് കരയുക, അലറി കരയുക. എനിക്ക് വയ്യ. അദ്ദേഹം പറഞ്ഞ് എന്നെ 8-9 ഹോസ്പിറ്റലുകളിൽ ഇപ്പോൾ കൊണ്ടുപോയി കഴിഞ്ഞു, എന്നിട്ടെങ്ങും എനിക്ക് സൗഖ്യമില്ല. ഞാൻ ആ പിതാവിന് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ അപ്പച്ചൻ്റെ കരച്ചിലും അലർച്ചയും നിന്നു. സിനിബ്രദറെ, ഞാനത് എടുത്തില്ലായിരുന്നെങ്കിലോ, അതേസമയം വേറെ ഏതെങ്കിലും ഒരു അത്ര പ്രാധാന്യമില്ലാത്ത വിഷയത്തിന് വേണ്ടി ആളുകൾ തമ്മിൽ അറിയാമെങ്കിലും കൂടുതൽ സമയം നമ്മളവിടെ പോയിരുന്നെങ്കിൽ ആ പിതാവ് ആ വേദനയിൽ തുടരുമായിരുന്നു. ഹാർട്ടിന് ഇത് വേറൊരു അപ്പച്ചൻ്റെ വിവരമാണ്. കോട്ടയത്ത് അപ്പച്ചൻ എന്ന പേരിൽ ആളിന് പേരുകൊണ്ട് അപ്പച്ചനുമുണ്ട്, 2 അപ്പച്ചന്മാരുണ്ട്. അപ്പോൾ ഇത് അപ്പച്ചനാണെന്ന് അറിയത്തില്ല. ആശ ഇത് അറിയിച്ചിരിക്കുന്നത് ഹാർട്ടിന് ലിവറിന് പ്രോബ്ലംസ് ഉണ്ട്, കിഡ്നിക്ക് പ്രോബ്ലംസ്, വളരെ സീരിയസ് സ്റ്റേജിൽ ഹോസ്പിറ്റലായിരിക്കുമ്പോഴാണ് ഇവിടേക്ക് ഈ വിവരം വിളിച്ച് അറിയിക്കുന്നത്. നമ്മളത് എഴുതിയെടുത്തില്ലായിരുന്നെങ്കിലോ ആ പിതാവിന് സാക്ഷ്യം നോക്കിക്കേ. 14/2/2021 വന്നിരിക്കുന്നത് പരിപൂർണമായ സൗഖ്യം ആ പിതാവിന്. നോക്കി, ഹാർട്ടിന് പ്രോബ്ലം, ലിവറിന് പ്രോബ്ലം, കിഡ്നിക്ക് പ്രോബ്ലം, വളരെ സീരിയസ് സ്റ്റേജിൽ 3-4 അവയവങ്ങൾ പോയിരിക്കുക. പക്ഷെ നോക്കൂ, അവിടെ അവർ തന്നെ വാട്സാപ്പിലൂടെ ഇപ്പോൾ 14-ാം തീയതി അറിയിച്ചിരിക്കുന്നത് പരിപൂർണമായ സൗഖ്യത്തെ യേശു നൽകിക്കൊടുത്തു. സോ പ്രൈം കേരള കുടുംബങ്ങൾ നമ്മൾ ഒന്നിച്ച് സഹായിച്ചാൽ വേറൊരു വ്യക്തിയെ കൂടെ നമുക്ക് സഹായിക്കാൻ സാധിക്കും. യേശുവിൻ്റെ വിടുതലും നന്മയും നമുക്ക് അവർക്ക് എത്തിച്ചു കൊടുക്കാനായിട്ട് സാധിക്കും. 14-ാം തീയതിയാണ് ഇവർ ആദ്യമായിട്ട് ഫാസ്റ്റിംഗ് പ്രെയർ പ്രൈം കേരളയെക്കുറിച്ച് അറിയുന്നതും പ്രാർത്ഥനയ്ക്കായിട്ട് അറിയും. വെറുതെ TV തുറന്നപ്പോൾ കിട്ടിയ ഒരു മാന്യ സഹോദരൻ, അദ്ദേഹത്തിൻ്റെ കുറേ ഇപ്പോൾ ഇത് കേട്ടുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹത്തിന് ഉള്ളിലൊരു ആഗ്രഹം, എൻ്റെ വിഷയം കൂടെ ഒന്ന് അറിയിച്ചാലോ. അപ്പോൾ വിളിക്കാൻ നോക്കിയിട്ടെങ്കിലും വിളിക്കാൻ ഇവിടെ ആരും ഫോൺ എടുക്കുന്നില്ലായിരുന്നു. അതിനർത്ഥം അതല്ല, ഫോൺ എടുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ അദ്ദേഹത്തിൻ്റെ കോൾ ഇവിടെ എടുത്തില്ല. അപ്പോൾ അദ്ദേഹം ചെയ്തത് ഓടിച്ചെന്നിട്ട് ഒരു ഷീറ്റ് പേപ്പർ എടുത്തിട്ട് അദ്ദേഹത്തിൻ്റെ വിവരമൊക്കെ എഴുതി വെച്ചു പ്രാർത്ഥിച്ചു. അന്ന് വൈകിട്ടായപ്പോൾ അതിന് മറുപടിയായി. അപ്പോൾ ഫാസ്റ്റിംഗ് പ്രെയർ ആണ് ആദ്യമായിട്ട് പങ്കെടുത്തത്. പ്രൈം കേരളയിൽ പൈസ തരുന്ന കാര്യത്തെക്കുറിച്ചൊന്നും നിങ്ങൾ പറഞ്ഞു കേട്ടില്ല. നിങ്ങൾ എങ്ങനെയാണ്, പൈസ ഉള്ളവരാണോ, എന്താ നിങ്ങളുടെ സ്വഭാവം എന്താണെന്ന് അറിയുവാൻ ആഗ്രഹിക്കുന്നു എന്നും കൂടെ അദ്ദേഹം ഒരു അഡീഷണൽ ആയിട്ടൊരു വാചകം അദ്ദേഹം അറിയിക്കാനുണ്ട്. മിസ്റ്റർ ജോൺസൺ ജോർജ് എന്ന പേരുള്ള ഒരു മാന്യ സഹോദരൻ അദ്ദേഹം ഇവിടെ വിളിച്ചറിയിച്ചത്. നമുക്കൊന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കണം. അദ്ദേഹം കൊടുങ്ങല്ലൂരിന് അടുത്ത് താമസിക്കുന്ന ജോൺസൺ ജോർജ്. താങ്ക് യു. വലിയ ഹൃദയത്തിന് പ്രത്യേകം നന്ദി പറയുന്നു. അദ്ദേഹത്തിൻ്റെ വിഷയം ഇതാണ്. ഇതൊത്തിരി നാളായിട്ട് കൊണ്ടു നടന്നൊരു വിഷയമാണ്. പക്ഷേ ഇത്ര പെട്ടെന്ന് നമ്മൾ കേട്ടിട്ടേ ഉള്ളൂ, തീങ്കൽ മെഴുകൊക്കെ ഉരുകിപ്പോകുന്നു. ഇത് പ്രാർത്ഥിച്ച് പറഞ്ഞു തീർന്നു. ഭാര്യയോട് ഇതൊക്കെ സംസാരിച്ചുകൊണ്ട് നിൽക്കുന്നതിനിടയ്ക്ക് തന്നെ മറുപടി വന്നു. കർത്താവ് അതിശയകരമായി. അതുകൊണ്ട് പ്രൈം കേരളയിൽ കർത്താവ് ശുശ്രൂഷ തുടങ്ങിയപ്പോൾ തന്നെ നമുക്ക് തന്നിരിക്കുന്ന സമയം ഇങ്ങനെ ഉടനെ യേശുവിങ്കൽ നിന്ന് പുറപ്പെടുന്ന ശക്തി. സിനിമയെ നമുക്ക് ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കാം. അതെ സാമ്പ്രദായിക ഈ സമയത്ത് തന്നെ നമ്മുടെ ജിജി സാർ ടെലിഫോൺ ലൈനിൽ വരുന്നുണ്ട്. അദ്ദേഹത്തിന് കോളും കൂടി ഒന്ന് അറ്റൻഡ് ചെയ്യാം. ഹലോ ജിജി സാറേ. ഹലോ സാമ്പ്രദായിക പ്രാർത്ഥനയിൽ പങ്കെടുത്തിരിക്കുന്നു. ഇടുക്കി ജില്ലയിൽ തണുപ്പും മഴയൊക്കെ ഉണ്ടോ? മഴയില്ല, നല്ല തണുപ്പുണ്ട്. നല്ല തണുപ്പുണ്ട്. കോട്ടയത്ത് കൊണ്ട് തണുപ്പ്. അതുകൊണ്ട് നമുക്കറിയാം പല പ്രിയപ്പെട്ടവരും സൗഖ്യമില്ലാതെ വിഷമിക്കുന്നു. ഇങ്ങനെ പ്രൈം കേരളയെ എങ്ങനെ സഹായിക്കാൻ പറ്റും എന്നുള്ള സംശയമൊന്നും സാറിന് ഇല്ലല്ലോ? ഇല്ല. ഇതെങ്ങനെ സഹായിക്കാൻ സാധിക്കും എന്നുള്ള വിവരം 8 മണിക്ക് ശേഷം സ്ക്രീനിൽ കാണുന്ന ഏതെങ്കിലും ഒരു നമ്പറിൽ വിളിച്ചാൽ ഞങ്ങൾക്ക് തീർച്ചയായിട്ടും അതിൻ്റെ വിവരങ്ങൾ അറിയിക്കാനായിട്ട് സാധിക്കും. സാറേ, ഇതൊരു നല്ല ഒരു ആത്മാർത്ഥമായ ഒരു ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു ക്വസ്റ്റ്യൻ ആയതുകൊണ്ട് ഞാനിന്നിപ്പോൾ രാവിലെ അത് എടുത്തത്. തീർച്ചയായിട്ടും നമ്മൾ ഒന്നിച്ച് അനേകരുടെ ഇല്ലായ്മയിൽ നിന്ന് ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി കൊടുക്കുന്നത് കൊണ്ടാണ് നമുക്ക് ഈ ശുശ്രൂഷ മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുവാനായിട്ട് സാധിക്കുന്നത്. നമുക്കറിയാം പ്രൈം കേരളയുടെ ഓൾട്ടർ വെക്കാനായിട്ട് കഴിഞ്ഞ ആഴ്ച സാർ ഇവിടെ ഉണ്ടായിരുന്നത് വന്ന് കണ്ടു കാണുമല്ലോ. നമുക്ക് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ വെക്കാൻ സ്ഥലമില്ലാതെ പ്രൈം കേരള വിഷമിക്കുന്നുണ്ട്. നമുക്കൊന്നിച്ച് പ്രാർത്ഥിക്കണം. കർത്താവേ, ഈ അടുത്ത ചില മാസങ്ങൾക്കുള്ളിൽ അത് നിവർത്തിച്ചെടുക്കുവാൻ വിശാലമായൊരു സൗകര്യം ഞങ്ങൾക്ക് നൽകി തരണം. ഒന്നിച്ച് പ്രാർത്ഥിക്കണം. പ്രൈം കേരള കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞത് 56 വീടുകൾ ഉള്ള ഒരു ഫ്ലാറ്റ് അവിടെ നിന്നുകൊണ്ട് മിസ്റ്റർ ഫ്രാൻസിസ് ചേട്ടൻ പറഞ്ഞ പ്രൈം കേരളയുടെ പ്രാർത്ഥന ആ കെട്ടിടത്തിൻ്റെ മുകളിൽ ഒരു കുട പോലെയാണ് എന്ന് അറിയിക്കുവാനിടയിൽ. താങ്ക് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. അങ്ങനെ എത്രയോ ലക്ഷം ആളുകൾക്ക് നമുക്ക് അനുഗ്രഹത്തിനും നന്മയ്ക്കും കാരണമായി തീരാൻ സാധിച്ചു. ജി സാറേ, ഇന്ന് സാറ് ഈ ഒത്തിരി പ്രിയപ്പെട്ട ഒരു ജോലി നഷ്ടപ്പെട്ടവർ ഉണ്ട്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഒരു ജോലിക്ക് വേണ്ടി
വേണ്ടി കാത്തിരിക്കുന്നവരുണ്ട്. എംപ്ലോയ്മെൻറ്റിൽ നിന്ന് ഒക്കെ പലയിടത്തും നമുക്കറിയാവുന്ന പലയിടത്തും ലിസ്റ്റിൽ പേര് വന്നിട്ട് പക്ഷേ ഇപ്പോഴും സമയം കഴിഞ്ഞ് കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. അല്ലെങ്കിൽ റാങ്ക് ലിസ്റ്റ് ക്യാൻസലായിപ്പോയി എന്നതിൽ വിഷമിക്കുന്ന പ്രിയപ്പെട്ടവരുണ്ട്. ഇന്ന് പകൽ നമുക്ക് ഒന്നിച്ചു ചേർന്ന് പ്രാർത്ഥിക്കാം. അതിശയങ്ങളുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. അപ്പോൾ തന്നെ സാറ് ഇന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും കാര്യങ്ങൾ പ്ലാൻ ചെയ്തിട്ടുണ്ടോ? ഇന്ന് നടക്കേണ്ട എന്തെങ്കിലും കാര്യങ്ങളുണ്ടോ? ഇന്ന് കാലാവസ്ഥയുടെ പ്രതികൂല നിമിത്തം ചില പ്രയാസങ്ങളുണ്ട് സമ്പ്രദായം. അതുകൊണ്ട് പ്രത്യേകിച്ച് പരിപാടികൾ പ്ലാൻ ചെയ്തിട്ടില്ല. ഒന്നും ചെയ്തിട്ടില്ല. അവിടെ തണുപ്പ് കൂടുതലായതുകൊണ്ട്, ഇടുക്കി ജില്ലയിൽ വണ്ണപ്പുറം ഏരിയയിൽ തണുപ്പ് കൂടുതലായതുകൊണ്ട് അദ്ദേഹം പ്രത്യേകിച്ചൊന്നും പ്ലാൻ ചെയ്തിട്ടില്ല. നമുക്കറിയാം ഒരു വലിയൊരു ഫാം നടത്തുന്ന പ്രിയപ്പെട്ടവരാണല്ലോ. അപ്പോൾ അവരുടെ കൃഷി നടന്നില്ലെങ്കിൽ അതൊരു വിഷമമായിട്ട് മാറും. സോ നമ്മുടെ കൈകെട്ട പ്രവൃത്തികൾ എന്തും ആകട്ടെ, അടുക്കളയിൽ ഉണ്ടാക്കുന്ന ആഹാരം, നാം കുടിക്കുന്ന വെള്ളം അല്ലേ, നമ്മുടെ ചെറിയ യാത്രകൾ, വലിയ യാത്രകൾ, സമസ്ത മേഖലകളിലും ദൈവത്തിൻ്റെ അനുഗ്രഹത്തിനായി നമ്മൾ ചേർന്ന് പ്രാർത്ഥിക്കാൻ പോയ ആവർത്തന പുസ്തകം 28:8 നാം വായിക്കുന്നത്, യഹോവ നിന്റെ കളപ്പുരകളിലും നീ തൊടുന്ന എല്ലാത്തിലും നിനക്ക് അനുഗ്രഹം കൽപ്പിക്കും. നിന്റെ ദൈവമായ യഹോവ നിനക്ക് തരുന്ന ദേശത്ത് അവൻ നിന്നെ അനുഗ്രഹിക്കും. അപ്പൊ അത് എഴുതിയിരിക്കുന്ന കാര്യം അതുപോലെ അനുഭവിച്ച മോശയാണ് 90-ാം സങ്കീർത്തനത്തിൽ വീണ്ടും എടുത്തു പറയുക. എന്താ? നീയല്ലോ യഹോവേ ഞങ്ങളുടെ കൈകളുടെ പ്രവൃത്തികളെ സാധ്യമാക്കി. ഈ ഒരു ഷീറ്റ് പേപ്പറിനകത്തേക്ക് ഈ പ്രാർത്ഥനാ വിഷയങ്ങൾ ശ്രദ്ധിച്ച് ഞങ്ങൾ എഴുതുമ്പോൾ ഞങ്ങൾക്ക് ഒരൊറ്റ സ്വപ്നമേ ഉള്ളൂ. ഞങ്ങൾ എഴുതി തീരുന്നതിന് മുൻപ് യേശുവിൻ്റെ വിടുതൽ അവിടെ ഉണ്ടാകണം. അത് സാധിപ്പിക്കുന്ന അത്യുന്നതനായ ദൈവം. ആ സ്വപ്നത്തോടുകൂടെ പ്രേയിങ് കേരള കുടുംബങ്ങൾക്ക് കൂടെ പ്രാർത്ഥിക്കുന്ന വിലപ്പെട്ട പ്രിയപ്പെട്ടവരുണ്ട്. ആ സ്വപ്നത്തോടുകൂടി ഈ പ്രാർത്ഥനയുടെ ചിലവ് വഹിക്കുവാൻ മുൻപോട്ട് വരുന്ന പ്രിയപ്പെട്ടവരുണ്ട്. എല്ലാവരെയും ഓരോരുത്തരുടെ സാമ്പത്തിക മേഖല നമ്മൾ കരം തൊടുന്നതൊക്കെ അനുഗ്രഹിക്കപ്പെടേണ്ടതിന് ഇന്ന് നടക്കുന്ന സകല കാര്യങ്ങളിലും ദൈവത്തിൻ്റെ നിറവിനും അനുഗ്രഹത്തിനുമായി ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സാർ പ്രാർത്ഥിച്ചാട്ട്. കർത്താവ്, ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ്, പരിമിതികളിൽ നിന്നും കർത്താവ് ഈ പ്രാർത്ഥന അനേകരിലേക്ക് എത്തിക്കുന്ന പ്രേയിങ് കേരള പ്രവർത്തനങ്ങളൊക്കെയും കർത്താവ് നീ ഇവിടുന്ന് വിശാലമാക്കി തീർക്കണമേ. കർത്താവ്, അടുത്ത ദിവസങ്ങളിൽ തന്നെ കർത്താവ് ഇതിന് വിശാലത ഉണ്ടാകട്ടെ നിങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഇത് കൈത്താങ്ങൾ കൊടുക്കുന്ന ഓരോരുത്തരെയും യേശുവിന്റെ നാമത്തിൽ ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. അതോടൊപ്പം തന്നെ കർത്താവ്, ജോലിയില്ലാതെ ഭാരപ്പെടുന്ന ഓരോരുത്തരെയും അങ്ങനെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുമ്പോൾ അവർക്ക് വേണ്ടി കർത്താവ് നീ ഇവിടുന്ന് വഴികളെ തുറക്കേണ്ടതിനെ ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. ഇന്ന് നടക്കുന്ന ഓരോ കാര്യങ്ങളെയും അവിടുത്തെ കരുത്തിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പല ജോലി കാര്യങ്ങൾക്ക് പലവിധമായിരിക്കുന്ന ആവശ്യങ്ങൾക്ക് കർത്താവ്, ഹോസ്പിറ്റലുകൾ റിപ്പോർട്ടുകൾക്കായി കർത്താവെ ഓരോ ആവശ്യങ്ങൾക്ക് വേണ്ടി പോകുന്ന കാര്യങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടാകട്ടെ. ആവശ്യങ്ങൾ കർത്താവ് കൂടിയിരിക്കണം. ഇന്ന് കഴിക്കുന്ന ആഹാരം, കുടിക്കുന്ന വെള്ളം, കർത്താവ് ചെയ്യുന്ന ഓരോ കാര്യങ്ങളും ദൈവപ്രവൃത്തി ഉണ്ടാകേണ്ടത് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. രോഗികളെ സൗഖ്യമാക്കും, വിടുവിക്കും. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. ആമേൻ. തങ്കച്ചായ 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ ഈ വ്യക്തിക്ക് ഫിറ്റ്സ് വന്നതാണ്. അപ്പോൾ അവർക്കറിയാവുന്ന പല ചികിത്സകളിലൂടെയൊക്കെ കടന്നുപോയി. അപ്പോൾ നമുക്ക് എവിടെ പോയാലും പറയുമല്ലോ, തെക്ക് പ്രശ്നമുണ്ട്, വടക്ക് പ്രശ്നമുണ്ട്, കിഴക്ക് പ്രശ്നമുണ്ട്, ഒരുപാട് പ്രശ്നങ്ങൾ. ഇവർക്ക് അത് മാത്രമേ കാണാനും കേൾക്കാനും പറ്റത്തുള്ളൂ. അപ്പോൾ അവരോട് പറഞ്ഞ രീതിയിലുള്ള എല്ലാ വഴികളിലൂടെ പോയിട്ടും 3-ാം ക്ലാസ്സിൽ പഠിക്കുമ്പോഴാണെന്ന് ഓർക്കണം, 5-3-8 വയസ്സുള്ളപ്പോൾ ഉണ്ടായ ഫിറ്റ്സിൻ്റെ പ്രയാസം നിമിത്തം വിഷമിക്കുക. ഇവർ കണ്ണൂരുകാരാണ്. അപ്പോൾ ഇവർ അങ്ങനെ ഇരിക്കുമ്പോഴാണ് കഴിഞ്ഞ ഒരു വർഷം മുൻപ് പ്രേയിങ് കേരള പ്രാർത്ഥന TV കൂടെ ഒരു പ്രാർത്ഥന വരുന്നുണ്ട്. പ്രാർത്ഥിച്ചാൽ പ്രവർത്തിക്കുന്ന യേശു ഉണ്ട് എന്നാണ് ആരോ അവർക്ക് പറഞ്ഞു കൊടുത്തത്. താങ്ക് യു ഫോർ ബീയിങ് എ മീഡിയ മിഷണറി അല്ലേ, ഒരു മാധ്യമത്തിലൂടെ ഒരു ദൗത്യ നിർവാഹകനായി ആ വ്യക്തി മാറിയതുകൊണ്ടല്ല സംഭവിച്ചത്. ഇത് ചോദിച്ച് അവർ പറയുന്നത് ഇങ്ങനെയാണ്, കഴിഞ്ഞ ഒരു കൊല്ലം മുമ്പ് പ്രേയിങ് കേരള പ്രാർത്ഥന വീട്ടിൽ കിട്ടിയില്ലായിരുന്നു എങ്കിൽ ഡോക്ടേഴ്സ് പല ആശുപത്രികളിലെ ചികിത്സയ്ക്ക് ശേഷം അവരോട് പറഞ്ഞത് ആയുഷ്കാലം മുഴുവൻ യേശു നിങ്ങളെ സൗഖ്യമാക്കി. ഒരു വർഷം കഴിഞ്ഞു. ഡോക്ടേഴ്സ് ആ മരുന്ന് കഴിക്കേണ്ടെന്ന് പറഞ്ഞത്. അവരങ്ങ് പെട്ടെന്ന് തീരുമാനമെടുത്തു. പ്രേയിങ് കേരളയിൽ നമ്മൾ മരുന്ന് കഴിപ്പിക്കാതിരിക്കുകയോ ചെയ്യുന്ന ശുശ്രൂഷയോട്ട് അല്ലതാനും. ബൈബിൾ മരുന്നിന് അനുകൂലമാണെങ്കിൽ തീർച്ചയായിട്ടും പ്രേയിങ് കേരള കുടുംബം നമ്മൾ മരുന്നിന് അനുകൂലം തന്നെ, ആശുപത്രികൾക്ക് നമ്മൾ അനുകൂലം തന്നെ. സംഘചായ ചെയ്തു നോക്കിക്കേ, ഒരു കൊല്ലമായി. എത്ര സന്തോഷമായിരിക്കും. ഫിറ്റ്സിന് വേറെ ഏതെങ്കിലും രോഗമാണെങ്കിൽ നമുക്ക് സഹിക്കാം. നമ്മൾ തന്നെ എത്രയോ പ്രാവശ്യം
പ്രാവശ്യം കണ്ടിട്ടുണ്ട്. പെട്ടെന്ന് വെട്ടിയിട്ട പോലെ വലിയ വലിയ മനുഷ്യർ വീഴുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇന്ന് നമുക്ക് ഒന്നിച്ച് ചേർന്ന് അമേരിക്കയിലെ പ്രശസ്തനായ ഒരു ഡോക്ടർ, മലയാളി അദ്ദേഹം, പക്ഷേ അവിടെ ജനിച്ചു വളർന്ന അദ്ദേഹത്തിൻ്റെ ഒരു കുട്ടിക്ക് ഈ പ്രയാസമുണ്ട്. അപ്പം ഞാനൊരിക്കൽ വർഷങ്ങൾക്ക് മുമ്പ് അദ്ദേഹത്തെ കണ്ട് പ്രാർത്ഥിക്കാനായിട്ട്, കുഞ്ഞിന് വേണ്ടി പ്രാർത്ഥിക്കാൻ പോകുമ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, അദ്ദേഹത്തിൻ്റെ പേര് സ്വകാര്യത മാനിച്ച് ഒഴിവാക്കിക്കൊണ്ട് പറയട്ടെ, കണ്ണ് നിറഞ്ഞൊഴുകിക്കൊണ്ട് എന്നോട് പറഞ്ഞ വാക്ക്, ഈ രോഗത്തിന് മരുന്നുണ്ട് പക്ഷേ സൗഖ്യമില്ല. മരുന്നുണ്ട്, സൗഖ്യമുണ്ട്. അമേരിക്കയിൽ തന്നെ അനേക ഡോക്ടേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ഒരു ഡോക്ടറും കൂടിയാണ് ഈ മാന്യ. അദ്ദേഹം മലയാളിയാണ്. അദ്ദേഹത്തിൻ്റെ വാക്കുകൾ അത്. എന്നെ ശ്രദ്ധിക്കൂ സഹോദരങ്ങളെ. 3ാം ക്ലാസ് മുതൽ ആയുഷ്കാലം മുഴുവൻ ഈ ദുരിതത്തിൽ തുടരണമെന്ന് പറയപ്പെട്ടിടത്ത് ഈ പ്രാർത്ഥന അവർക്ക് എത്തിച്ചു കൊടുക്കുവാൻ ആരൊക്കെയാണ് ഞങ്ങളുടെ കൂടെ യാത്ര ചെയ്തതെന്ന് ഞങ്ങൾക്കറിയില്ല. ദൈവം നന്മ നൽകി അനുഗ്രഹത്താൽ നിറയ്ക്കട്ടെ. അവർ സന്തോഷിക്കുമ്പോൾ എത്ര സന്തോഷമാണ്. പ്രേയിങ് കേരള കുടുംബത്തിൽ നമ്മൾ ഒന്നിച്ച് പ്രാർത്ഥിക്കുന്നതിനാൽ എത്രയോ ലക്ഷം ആളുകൾ അവരുടെ കണ്ണുനീര് മാറി അവരുടെ ദുരിതത്തിൽ നിന്ന് പുറത്തു വന്നു. ഇന്നും നമ്മൾ അല്പം എണ്ണയും വെള്ളമൊക്കെ എടുത്ത് വെച്ച് പ്രാർത്ഥിക്കാൻ പോകുക. തങ്കച്ചായ, ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ യേശുവിൻ്റെ വിടുതൽ ഇങ്ങനെ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തെ വെളിപ്പെടുത്തുന്ന ചെറിയ ചെറിയ മാർഗങ്ങളിലൂടെ കർത്താവിൻ്റെ നന്മ അനുഭവിക്കാൻ കഴിയുമെന്ന് ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? അനേക പ്രിയപ്പെട്ടവർ, അഭ്യസ്തവിദ്യരായ മെഡിക്കൽ പ്രൊഫഷണൽസ് ഞങ്ങളോട് പറയുന്നു, ഞങ്ങളുടെ വീട്ടിലെ മരുന്നിപ്പോൾ പ്രാർത്ഥിച്ചിട്ട് പുരട്ടുന്ന എണ്ണയും വെള്ളവുമാണ്. തങ്കച്ചാൻ അത് കേട്ടിട്ടില്ലേ? അനേക സാക്ഷ്യം പറയാനുള്ള ശരീരത്തിലുള്ള മുഴകളെ, വേദനകളെ, അതുപോലെ രോഗത്തിൻ്റെത് ഡോക്ടർമാർ ഉപേക്ഷിച്ച വിഷയമൊക്കെ എണ്ണ തേച്ച് പ്രാർത്ഥിക്കുമ്പോൾ കർത്താവ് അത്ഭുതകരമായ വിടുതലുകളാണ് നൽകുന്നത്. നമുക്ക് ഇന്ന് പകൽ യേശുവിൽ അർപ്പിച്ച വിശ്വാസത്തിന്റെ അടയാളമായി ആ പദാർത്ഥങ്ങളുടെ മേൽ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കാൻ പോകുക. അപ്പോൾ തന്നെ യാക്കോബിന്റെ ലേഖനം 5:14 എഴുതിയിരിക്കുന്നത്, നിങ്ങളിൽ ദീനമായി കിടക്കുന്നവൻ സഭയിൽ നിന്ന് മൂപ്പന്മാരെ വരുത്തട്ടെ, അവർ കർത്താവിന്റെ നാമത്തിൽ അവനെ എണ്ണ പൂശി അവന് വേണ്ടി പ്രാർത്ഥിക്കട്ടെ. എന്നാൽ വിശ്വാസത്തോടു കൂടിയ പ്രാർത്ഥന ദീനക്കാരനെ രക്ഷിക്കും, കർത്താവ് അവനെ എഴുന്നേൽപ്പിക്കും. അവൻ പാപം ചെയ്തിട്ടുണ്ടെങ്കിൽ അവനോട് ക്ഷമിക്കും. ഒന്നിച്ച് ചേർന്ന് പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗീയ പിതാവേ, വിശ്വാസത്തിന് അടയാളമായി എടുത്തു വെച്ചിരിക്കുന്ന എണ്ണയുടെ മീതെ, വെള്ളത്തിന്റെ മീതെ, ഡോക്യുമെന്റ്സിന് മീതെ, താക്കോലിന് മീതെ, ആഹാര പദാർത്ഥങ്ങളുടെ മീതെ, പഠനോപകരണങ്ങൾക്ക് മീതെ, കർത്താവ് എല്ലാം ഞങ്ങൾ കരങ്ങൾ വെച്ച് പ്രാർത്ഥിക്കുന്ന കർത്താവ് ഞങ്ങൾ തൊടുന്ന ഒരു അനുഗ്രഹമായിരിക്കും എന്ന് അരുളി ചെയ്ത കർത്താവ്, ഇന്ന് കർത്താവ് അത് അനുഗ്രഹമായി തീരട്ടെന്ന് പ്രാർത്ഥന. രോഗികളായിരിക്കുന്ന ഒരു സൗഖ്യമാകുവാൻ കടയാകട്ടെന്ന് പ്രാർത്ഥന. വെള്ളം കുടിക്കുമ്പോൾ ദൈവിക വിടുതൽ സംഭവിക്കട്ടെ. കൃഷിസ്ഥലങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, മൃഗങ്ങൾ അനുഗ്രഹിക്കപ്പെടട്ടെ, പക്ഷികൾ അനുഗ്രഹിക്കപ്പെടട്ടെ. ദൈവത്തിന്റെ സൗഖ്യം ഞങ്ങളുടെ മേലും ഞങ്ങളുടെ ജീവിതത്തിന്റെ സമസ്ത മേഖലയിലും വെളിപ്പെടേണ്ടതിനായി ഈ സമയത്ത് ഞങ്ങൾ അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു, അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. ദൈവത്തിന്റെ തിരുവെഴുത്തിൻ പ്രകാരം ദീർഘായുസ്സും ആരോഗ്യവും ദൈവത്തിന്റെ അനുഗ്രഹമാണ്. എല്ലാ പ്രിയപ്പെട്ടവർക്കും, ബർത്ത്ഡേസ്, വെഡിങ് ആനിവേഴ്സറീസ് ഉള്ളവർക്ക് വിശിഷ്യ ദീർഘായുസ്സും ആരോഗ്യവും കർത്താവ് നൽകട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. പ്രസന്ന അറിയിക്കുന്ന സഹോദരന്റെ മകൻ വിഷ്ണുവിന്റെ 25ാമത് ബർത്ത്ഡേ ആണ്. പങ്കജൻ തോട്ടപ്പള്ളിയിൽ നിന്ന് കൊച്ചുമകൻ അദ്വൈതിന്റെ 14ാമത് ബർത്ത്ഡേ ആണ്. വത്സമ്മ ജോസഫ് പൊൻകുന്നത്ത് അറിയിക്കുന്ന കൊച്ചുമകൾ റെയ്നയുടെ 2ാമത്തെ ബർത്ത്ഡേ ആണ്. ട്രിവാൻഡ്രത്ത് നിന്ന് രാജമ്മ അറിയിക്കുന്ന മകൾ സെബസ്റ്റിയുടെ 36ാം ബർത്ത്ഡേ ആണ്. ശോശാമ ജോസഫ് അറിയിക്കുന്നത് മകൻ ലിബിൻ കെ ജോസഫിന്റെ ബർത്ത്ഡേ ആണ്. ചങ്ങനാശ്ശേരിയിൽ നിന്ന് ജോസ്ന ജോസഫ് വിളിച്ചു പറഞ്ഞിരിക്കുന്നത് ജോസ്ന ആൻഡ് ജോസഫിന്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണ്. മകൻ അലക്സാണ്ടറിന്റെ 55ാമത്തെ ബർത്ത്ഡേ ആണെന്ന് അന്നമ്മ കുളത്തൂപ്പുഴയിൽ രജനി രാമേന്ദ്രൻ 43ാമത് ബർത്ത്ഡേ ആണ്. അപ്പോൾ തന്നെ നിഷ ജോണി വന്നിട്ട് മോളി ആൻഡ് വർഗീസിന്റെ 50ാമത് വെഡിങ് ആനിവേഴ്സറി ആണ്. അശ്വതി വന്ന് വാട്സാപ്പിൽ അറിയിച്ചിരിക്കുന്നു ഋതുവിന്റെ 7ാമത് ബർത്ത്ഡേ ആണ്. എല്ലാവർക്കും ദൈവം, നമ്മൾ ആളുകളുടെ കുറവ് കാരണം പലരുടെയും പേര് വിവരങ്ങൾ ഇന്ന് രാവിലെ ഞങ്ങൾക്ക് വിളിച്ചു പറയാൻ സാധിച്ചിട്ടില്ല. ഞങ്ങൾ പറഞ്ഞാലും പറഞ്ഞില്ലെങ്കിലും ദീർഘായുസ്സും ആരോഗ്യവും കർത്താവ് ഓരോരുത്തർക്കും നൽകട്ടെ. 614 പേര് യൂട്യൂബിലൂടെ ഈ പ്രാർത്ഥനയിൽ പങ്കുചേരുന്നുണ്ട്. എല്ലാവരെയും ദൈവം സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ. നാം ഒന്നിച്ച് പ്രാർത്ഥിക്കും. കർത്താവേ, ബർത്ത്ഡേ വെഡിങ് ആനിവേഴ്സറി എല്ലാ കുടുംബാംഗങ്ങളെയും അങ്ങയുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കും. ഈ പുതിയ വർഷത്തെ എല്ലാവിധ നന്മകളും അനുഗ്രഹം ഉയർച്ചയും അവർ ജീവിതത്തിൽ ഉണ്ടാട്ടെന്ന് പ്രാർത്ഥിക്കുന്നു യേശുവിൻ നാമത്തിൽ തന്നെ. കഴിഞ്ഞ 12 മണിക്കൂറിൽ ഞങ്ങൾ എഴുതിയെടുത്തതും ഇപ്പോൾ ഈ പ്രാർത്ഥനയിൽ പങ്കെടുക്കുന്നവരുമായ ഓരോ വ്യക്തിയെയും അങ്ങയുടെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ പലരും കണ്ണുനീരിലും നാണക്കേടിലുമാ, പലരും തലകുനിഞ്ഞു പോയവരുണ്ട്, പലരും എല്ല് പൊളയുന്ന വേദനയിലൂടെ പോകുന്നവരുണ്ട്, ആശ നഷ്ടപ്പെട്ടവരുണ്ട്. യേശുവിൻ്റെ വിടുതലിനെ അവരിലേക്ക് ഞങ്ങൾ കൊണ്ടുവരുന്നു. കണ്ണുനീരിനെ തുടയ്ക്കും സമാധാനം. കർത്താവേ, I declare shalom of God. Yes, Lord, shalom of God reign in our hearts, our minds, our bodies, our thought process, Lord, and every situation of our life be full of the peace that passeth all understanding of the living God. Father, കർത്താവിൻ്റെ നിറവിനാൽ എല്ലാവരെയും നിറച്ച് അനുഗ്രഹിക്കണം എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഈ പകൽ ഞങ്ങളുടെ ജീവിതം വിജയത്തിൽ നിന്ന് വിജയത്തിലേക്ക്, ബലത്തിൽ നിന്ന് ബലത്തിലേക്ക് ഓരോരുത്തരെയും അവിടുന്ന് എഴുന്നേൽപ്പിക്കുക. പിതാവിനെ, മാതാവിനെ, യുവാവിനെ, യുവതിയെ, ആൺകുഞ്ഞിനെ, പെൺകുഞ്ഞിനെ,
അനുഗ്രഹിക്കുന്നു യേശുവിൻ നാമത്തിൽ പിതാവേ. Beloved, you are born to be a winner always in Jesus. എന്നും യേശുവിൽ വിജയാളിയാകുവാൻ താങ്കൾ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നു. ചേർന്ന് പാടുമ്പോൾ എന്നെ യേശുവേ നീ എത്ര നല്ലവൻ, എന്നെ യേശുവേ